പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 സെപ്റ്റംബർ മാസം 16 ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 10ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 9 ക്ലാസ്സുകളിലായിട്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആമുഖ അധ്യായമായ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെയാണ് നാം വായിച്ച് ചിന്തിപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചു. അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് യോഹന്നാൻ കണ്ടത് എന്ന വിഷയമായിരുന്നു. യോഹന്നാൻ കണ്ടത് ക്രിസ്തു യേശുവിൽ ദർശിച്ച 7 മഹാസംഭവങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. അതേക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് വേണമെങ്കിൽ ഒരുപാട് ഭാഗങ്ങളെടുത്ത് വിശദീകരിക്കാം. എന്നാൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗലീല മുതൽ പത്മോസ് വരെ എന്നുള്ള 1-ാം ഭാഗത്തിൻ്റെ പഠനമാണ് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. 1-ാം ഭാഗത്ത് യോഹന്നാൻ കണ്ടത് എന്ന വിഷയമാണെങ്കിൽ, തുടർന്ന് നാം ചിന്തിക്കുന്നത് ഇപ്പോൾ ഉള്ളത് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് മുതലുള്ള ക്ലാസ്സിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് എന്നത് പറയുമ്പോൾ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉള്ളത് എന്താണ് എന്ന ആത്മീയ ചോദ്യം ഒരു വിശുദ്ധനോട് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടത് ഇപ്പോൾ ഉള്ളത് ദൈവസഭയാകുന്നതെന്നാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഉള്ളത് എന്തെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. ഇപ്പോൾ ഉള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ വചനപരമായിട്ട് ഇപ്പോൾ ഉള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ അത് ദൈവസഭയാണ്. ദൈവസഭ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിന് മുമ്പ് ഇല്ലാതിരുന്നതും, അതുപോലെ തന്നെ 1-ാമത്തെ വരവിന് ശേഷം കർത്താവിൻ്റെ ശരീരയാഗം എന്ന ആ യാഗത്തിലൂടെ രക്തം കൊണ്ട് സമ്പാദിച്ച പുതിയ നിയമത്തിൻ്റെ സഭയാണ് പുതിയ നിയമസഭ എന്ന് അറിയപ്പെടുന്നത്. ആ സഭ പരിശുദ്ധാത്മാവിലാണ് അത് പ്രവർത്തനനിരതമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2000 വർഷമായിട്ട് സഭയുടെ യുഗത്തിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ സഭ എന്നുള്ളതാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാനോട് പത്മോസിൽ വെച്ച് പറയുന്നത്, നീ കണ്ടതും ഇപ്പോഴുള്ളതും മേലാൽ സംഭവിപ്പാനിരിക്കുന്നത്. 3 കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് സംസാരിച്ചതിൽ കണ്ടതെന്നുള്ളത് എന്താണ് യോഹന്നാൻ കണ്ടത്? യേശുവിനെയാണ് ദർശിച്ചത്. ക്രിസ്തുവിനെ ദർശിച്ചതാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി യോഹന്നാൻ കണ്ടതിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൽ ദർശിച്ച 7 മഹാസംഭവങ്ങളുള്ള ബന്ധത്തിൽ അത് നമ്മൾ പഠിച്ചത്. ഇപ്പോഴുള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ ലോകത്തിൽ പലർക്കും പറയാൻ കാണും ഇപ്പോഴുള്ള എന്താണെന്നുള്ളത്. നമുക്കറിയാം, കണ്ടുപിടുത്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. 10 വർഷം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മാറ്റങ്ങളാണ് ഇപ്പോഴുള്ളത്, അല്ലേ? ഇപ്പോഴുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ പലതും മാറിക്കൊണ്ടിരിക്കുന്നു, വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പലതും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മീയ ചിന്തകൻ അല്ലെങ്കിൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴുള്ളത് ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ ഒന്നുമല്ല. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ദൈവസഭയാണ് ഇപ്പോഴുള്ളത്. അത് പരിശുദ്ധാത്മാവിൻ്റെ സഭയുടെ യുഗമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് കർത്താവിൻ്റെ മധ്യാകാശ വരവോടുകൂടി ദൈവസഭയുടെ 7 വിളക്കുകളാകുന്ന ആഗോള സഭയിൽ നിന്ന് തികവ് പ്രാപിക്കുന്ന വിശുദ്ധന്മാർ എടുക്കപ്പെടും. അതോടുകൂടി ഇപ്പോഴുള്ളതിൻ്റെ പ്രധാന ഭാഗം അത് പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളത് നാം മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഇപ്പോഴുള്ളത് ദൈവസഭയാണ്. ഇപ്പോഴുള്ളത് സുപ്രസാദ കാലമാണ്. ഇപ്പോഴാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നതിൽ സന്തോഷിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഇങ്ങനെ ഒരു ജീവിതം വേണമായിരുന്നു. കഷ്ടവും പ്രയാസമൊക്കെ വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്തിനാണ് ജനിച്ചത്? എന്തിനാണ് ജീവിക്കുക? എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് വിശ്വാസം വന്നത്? എന്തിനാണ് ഇത്ര പോരാട്ടം? എന്താണ് ഇത്ര ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ ഇപ്പോൾ നാം ഒഴുക്കുന്ന ഈ കഷ്ടതയും പ്രയാസമൊക്കെ താൽക്കാലികങ്ങളാണ്. ഇതിനപ്പുറമായി ദൈവം നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചാൽ കൂടെ വാഴാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടെ വാഴാമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അത് എന്നോട് കൂടെ വാഴാനുള്ളവരാണ്. കഴിഞ്ഞ രാത്രി പ്രാർത്ഥന നമ്മൾ ചിന്തിച്ചു, യാക്കോബ് പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടം സഹിച്ച മനുഷ്യനായ കാരണം അവൻ മുഖാന്തരമായിട്ടാണ് ഇന്ന് നാം കാണുന്ന ഇസ്രായേൽ എന്ന രാഷ്ട്രം ഉടലെടുക്കാനിടയാത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ അത്രമാത്രം കഷ്ടം സഹിക്കേണ്ടി വന്നത്. അപ്പോൾ യേശുക്രിസ്തുവാണ് പുതിയ നിയമത്തിൽ നാം കാണുമ്പോൾ ലോകത്തിൽ ഏറ്റവും അധികം കഷ്ടം സഹിച്ച ക്രിസ്തു യേശുവാണ്. അവൻ അനുഭവിച്ച കഷ്ടത പോലെ ആരും അനുഭവിച്ചിട്ടില്ല, ആർക്കും അനുഭവിക്കാൻ കഴിയത്തില്ല.
അപ്പോൾ യേശു കഷ്ടം സഹിച്ചത് അത് അവനൊരു സ്വന്തം ശരീരത്തെ, സഭയെ സമ്പാദിക്കാൻ വേണ്ടിയാണ് യേശു കഷ്ടം സഹിച്ചത്. അതാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നാം ജനിച്ചത്, സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് നാം ജനിച്ചത്, പ്രത്യേകിച്ച് വചനപരമായിട്ട് ഇത്രമാത്രം പഠിക്കുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ഉള്ള ഒരു കാലഘട്ടത്തിൽ നാം ജനിച്ചത്, കൂട്ടായ്മയുടെ കാലഘട്ടത്തിൽ ജനിച്ചത്, വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയത്താണ് ജനിച്ചത്. ഒരു 100 വർഷത്തിന് മുമ്പാണെങ്കിൽ കേരളത്തിലെ ചരിത്രം എടുത്ത് പഠിക്കും. നമുക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നോ, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ വെളിച്ചമുണ്ടായിരുന്നോ, ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നാം ജനിച്ചതുകൊണ്ട് നമുക്ക് എത്രമാത്രം വെളിച്ചമുണ്ടായി, എത്ര സന്തോഷമുണ്ട്. അതുകൊണ്ട് ആരും പരിതപിക്കരുത്. ഇങ്ങനെ ഒരു ജീവിതം തന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് നാം നിരാശപ്പെട്ടു പോകുകയല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവേ, ഇപ്പോൾ ഞാൻ ജനിച്ചതുകൊണ്ട് ഇപ്പോഴുള്ള അങ്ങയുടെ സഭയിൽ എനിക്ക് അംഗമായിത്തീരുവാൻ ദൈവം ഭാഗ്യം തന്നല്ലോ. ഒരുപക്ഷെ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും. ഞാൻ പറഞ്ഞാൽ യാക്കോബ് അനുഭവിച്ചത് ഒരുപാട് കാര്യങ്ങളാണ്. അവന് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. പക്ഷേ എന്നാൽ അവൻ്റെ അന്ത്യം അതിമഹത്തായതുപോലെ ദൈവമക്കൾ ദൈവസഭയുള്ള ബന്ധത്തിൽ കഷ്ടം സഹിക്കേണ്ടി വരും. എന്നാൽ ആ കഷ്ടതയിൽ തീർന്നു പോകുന്നതല്ല ദൈവമക്കൾ, അവർ നിലനിൽക്കുന്നവരാണ്. ഇപ്പോഴുള്ളത് എന്നേക്കുമുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള ക്രിസ്തുയേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായതുകൊണ്ട്, യോഹന്നാൻ കണ്ട ക്രിസ്തുയേശു അതുകൊണ്ട് അവസാനിച്ചു പോയില്ല. പത്മോസിൽ കണ്ട യോഹന്നാൻ കണ്ട ക്രിസ്തു വീണ്ടും വരും. അവൻ എന്നേക്കുമുള്ളവനാണ്. അതുകൊണ്ട് അവനാൽ സ്ഥാപിതമായിരിക്കുന്ന ദൈവസഭയും എന്നേക്കുമുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തരുവാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് എല്ലാറ്റേക്കാൾ ഉപരിയായി എല്ലാ ദിവസവും നാം ഈ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായി തീർന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരുപക്ഷെ നമ്മൾ എല്ലാറ്റിലും തൃപ്തരായിരിക്കത്തില്ല. നാം കടന്നു പോകുന്ന സഭകളിലും കൂട്ടായ്മകളിലും മറ്റുള്ളവരിലൊക്കെ നമുക്ക് ഒരുപാട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കാണും. പക്ഷെ അതൊന്നും നമ്മുടെ ആത്മീയ ജീവിതത്തെ തളർത്തിക്കളയരുത്. പ്രയാസം അനുഭവിക്കാൻ, ബുദ്ധിമുട്ടുവാൻ നമ്മൾ പിൻപോട്ട് പോകാൻ പാടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതിലെല്ലാം നമുക്ക് അനുകൂലമായിരിക്കത്തില്ല. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ തൃപ്തരായിട്ടുള്ള ഒരു ജീവിതമല്ല വിശ്വാസ ജീവിതം. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതിൽ നിന്ന് നാം സന്തോഷിക്കുക. നാം ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാ കൂടിയുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുക. ദൈവസഭയ്ക്കായി, സഹോദരങ്ങൾക്കായി, പ്രിയപ്പെട്ടവർക്കായി, മാതാപിതാക്കൾക്കായി, നാം ജനിച്ച കുടുംബത്തിനായി, ദേശത്തിനായി, എല്ലാറ്റിനായി നാം സ്തോത്രം ചെയ്ത് നന്ദിയുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കണം ഇപ്പോൾ നാം ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. ദൈവത്തിന് നന്ദി കരയറ്റണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾക്ക് നന്ദി കരയറ്റണം. ജീവിതത്തിൻ്റെ ചില ഭാരങ്ങളുണ്ട്, വേദനകളുണ്ട്. അത് ദൈവത്തിന് നീക്കുവാൻ കഴിയും. ഇന്നലകളിൽ വിടുവിച്ച ദൈവം ഇന്നും വിശ്വസ്തൻ, നാളെയും അവൻ മാറ്റമില്ലാത്തവൻ എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് ദൈവസഭയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതേക്കുറിച്ചാണ് കർത്താവ് യോഹന്നാനോട് പറഞ്ഞത്, യോഹന്നാനെ, ഈ ഒന്നാമത്തെ ആത്മവിവശത നിനക്ക് തന്നിരിക്കുന്നത്, അത് പത്മോസിൽ നീ എന്നെ കണ്ടിരിക്കുന്നത്, പത്മോസിന് അടുത്തുള്ള ഏഷ്യ മൈനറിലുള്ള 7 സഭകളെക്കുറിച്ചുള്ള ദൂതറിയിക്കാൻ വേണ്ടിയാണ്. നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പഠിക്കുമ്പോൾ 7 സഭകളാണ്. 7 ദൂതന്മാരായിട്ടുള്ളവർ ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയുടെ ദൂതറിയിക്കുന്നവരാണെന്നുള്ളതും. എന്നാൽ ഈ സ്ഥലത്തെ നമ്മൾ ശരിക്കും പഠിച്ചു കഴിയുമ്പോൾ പത്മോസിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഏഷ്യ മൈനറിലെ 7 സഭകൾ എന്നുള്ളത്. 7 സഭകൾ ഏഷ്യ മൈനറിനോട് അടുത്തുള്ള സ്ഥലമാണ്. ഏഷ്യ മൈനർ എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാം. പഴയ ഏഷ്യ മൈനർ എന്ന് കേൾക്കാറുണ്ട്. എന്താണ് ഏഷ്യ മൈനർ? ഏഷ്യ മൈനർ എന്ന് ചെറിയ ഏഷ്യ. വാസ്തവത്തിൽ ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടർക്കിയാണ്. ഇന്നത്തെ തുർക്കി പ്രദേശമാണ് ഏഷ്യ മൈനർ. ഏഷ്യ മൈനർ അഥവാ തുർക്കിയും ഈ ഏഷ്യ ഭൂഖണ്ഡത്തെയും യൂറോപ്പ് ഭൂഖണ്ഡത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. അത് പറഞ്ഞാൽ ഒരു കരപ്രദേശമാണ് ഈ പ്രദേശം. ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഏഷ്യ മൈനർ എന്ന പേര് അറിയപ്പെടുന്ന തുർക്കി അഥവാ ടർക്കി. അപ്പോൾ ഇവിടെയുള്ള ആ സ്ഥലത്തിനോട് അടുത്താണ് ഈ പറയുന്ന പത്മോസ് എന്ന ദ്വീപും. അതിനോടുള്ള അടുത്തായിട്ടാണ് ഈ പറയുന്ന 7 സഭകളുടെ സ്ഥാനങ്ങൾ കിടക്കുന്നത്. പത്മോസിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന സഭ എഫെസോസ് സഭയാണ്. അപ്പോൾ എഫെസോസ് സഭയെ തുടങ്ങി 7 സഭകളുടെ ബന്ധത്തിൽ അതിനടുത്തുള്ള സഭകളിലേക്ക് ദൂത് കൈമാറുവാൻ അത് വളരെ എളുപ്പമായതുകൊണ്ടാണ് ദൈവം പത്മോസ് എന്ന ദ്വീപിൽ കർത്താവിൻ്റെ ദാസന് അപ്പോസ്തലനായ യോഹന്നാന് ദൈവം ദർശനം കൊടുത്തുകൊണ്ട്
ഈ ദൂത് എഴുതി നീ 7 സഭകൾക്ക് അറിയിക്കാനായിട്ടുള്ള ദൂത് കൊടുത്തത്. അപ്പോൾ നമുക്കത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള മാപ്പുകളൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ പത്മോസിന് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന എഫെസസ് സഭയെന്ന് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം എല്ലാം വേണ്ടതുപോലെ ചെയ്തിട്ട് അവനെ അയക്കേണ്ട സ്ഥലത്ത് അവനെ ഒറ്റപ്പെടുത്തി. അതിനുശേഷമായിട്ട് അവിടെ നിന്ന് എഴുതി ഈ പറയുന്ന ആസിയയിലുള്ള ഏഷ്യ മൈനറുള്ള 7 സഭകൾക്ക് ദൂത് കൈമാറുവാനിടയെ തീർന്നു. അപ്പോൾ ഏഷ്യ മൈനർ എന്നുള്ള സ്ഥലം ഇന്ന് അത് തുർക്കി പ്രദേശമാണ്. അത് ഏഷ്യൻ ഭൂഖണ്ഡത്തിനും യൂറോപ്യൻ ഭൂഖണ്ഡത്തിനും ഇടയിൽ കിടക്കുന്ന സ്ഥലമാണ് എന്നുള്ളത് നമുക്കത് നന്നായി കാണാൻ സാധിക്കുന്നു. ബ്ലാക്ക് സീ ആണ്, കരിങ്കടലാണ് അതിൻ്റെ വടക്ക് ഭാഗത്തുള്ളത്. മെഡിറ്ററേനിയൻ സീയും ഏജിയൻ കടലും തെക്കും പടിഞ്ഞാറുമായിട്ട് കിടക്കുന്നു. അതുപോലെ ഏഷ്യൻ കോണ്ടിനെൻ്റാണ്, ഏഷ്യൻ ഭൂഖണ്ഡമാണ് വലതുവശത്തായിട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ. അപ്പോൾ ഏഷ്യ മൈനർ എന്നുള്ളതിൻ്റെ ലൊക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കരിങ്കടലിനും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിനും ഏജിയൻ സീക്കും ഇടയിൽ കിടക്കുന്ന പടിഞ്ഞാറ് സൈഡിലായിട്ട് കിഴക്ക് സൈഡിലായിട്ട് ഏഷ്യൻ ഭൂഖണ്ഡവും കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് തുർക്കി എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഭൂപടത്തിൽ നമ്മൾ മാപ്പെടുത്ത് നോക്കിയാൽ തുർക്കി എന്ന പ്രദേശത്ത് കാണുന്ന 7 സഭകൾ അത് പത്മോസ് എന്ന ദൈവങ്ങളുടെ അടുത്താണ്. കരിങ്കടലിന് ഈ പറയുന്ന മെഡിറ്ററേനിയൻ കടലിൽ കിടക്കുന്ന ഭാഗമാണ്. എന്തെങ്കിലും ആർക്കെങ്കിലും അവിടെ പോകാനൊക്കെ ഭാഗ്യം ലഭിച്ചാൽ പോയി കാണുമ്പോൾ ഇത് സ്ഥലങ്ങളൊക്കെ മനസ്സിലാകാൻ സാധിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലമാണ്, അല്ലാതെ കഥകളല്ല. ഇന്നും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിന് ലൊക്കേഷനുണ്ട്, സ്ഥലമുണ്ട്. പേര് ചില മാറ്റങ്ങൾ വന്നാലും അത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് പോലെ, ഒരു പാലം പോലെയാണ് ഈ പ്രദേശം കിടക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് അപ്പോസ്തലനായ പൗലോസിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ച് ഈ ദേശങ്ങളിൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് ആരംഭം വിടുവാൻ കഴിയാത്തതെന്നത് നമുക്കത് പശ്ചാത്തലം മനസ്സിലാകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രദേശത്തെക്കുറിച്ച് പറയുമ്പോൾ വെസ്റ്റേൺ കൾച്ചറും അതുപോലെ പുരാതനമായ ആരംഭകാലത്തെ ക്രിസ്ത്യൻ വിശ്വാസവും പടർന്ന ഒരു സ്ഥലമാണ് ഈ ദേശങ്ങൾ. ഹിത്യരും അസീര്യരും പേർഷ്യൻ, ഗ്രീക്ക്, റോമർ ഇങ്ങനെയുള്ള പല ഭരണ സംവിധാനങ്ങളോട് കടന്നുപോയി അവസാനമായി ഓട്ടോമോൻ്റെ നേതൃത്വത്തിൽ ആണ് തുർക്കിയിൽ നടന്ന ഭരണത്തെക്കുറിച്ചാണ് നമുക്ക് ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നിരവധി ഭരണത്തിലൂടെ കടന്നുപോയൊരു ദേശമാണ്. അപ്പോൾ ഇതിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന 7 സഭകൾ എന്ന് പറയുമ്പോൾ അത് എവിടെയുള്ളതാണ് എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി, ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങൾ നാം മനസ്സിലാക്കുന്നത് ഇത് വെറുതെ കഥ പറയുന്നതല്ല, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ചരിത്രത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ട് അതാർക്കും എപ്പോൾ വേണമെങ്കിലും എടുത്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സഭകൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അത് എവിടെയായിരുന്നു എന്നുള്ളത് ആരും സംശയിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 2000 വർഷം മുമ്പുള്ള ചരിത്രം ഇവിടെ ഉണ്ട്. നമുക്കറിയാം, ഒരു 100 വർഷം, 120 വർഷം, 500 വർഷം മുമ്പുള്ള കഥകൾ ഉള്ള ഹിസ്റ്ററി നമ്മളോട് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. പല സ്ഥലത്തെയും കാര്യങ്ങൾ അറിയത്തില്ല. ഇപ്പോൾ ഇവിടുത്തെ നമ്മളൊക്കെ താമസിക്കുന്ന പഞ്ചായത്തിൻ്റെ 100 വർഷത്തിന് മുമ്പുള്ള ചരിത്രം നമുക്കറിയാമോ? നമ്മുടെ ചരിത്രം കൃത്യമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒന്നും കൃത്യമായിട്ട് കിട്ടത്തില്ല. എന്നാൽ ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവ് 2000 വർഷം മുമ്പുള്ള ഏഷ്യ മൈനറിൻ്റെ അഥവാ തുർക്കിയുടെ അന്നത്തെ സാഹചര്യത്തെക്കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന സഭയെക്കുറിച്ചും എത്ര ഫോക്കസ് ചെയ്താണ്, കേന്ദ്രീകരിച്ചാണ് ദൈവവചനം എഴുതിയിരിക്കുന്നത്, അതിനകത്ത് വന്നിരിക്കുന്ന വ്യക്തത എത്ര കൃത്യതയാകുന്ന മനസ്സിലാകുമ്പോൾ ദൈവവചനം പഠിക്കുന്ന എല്ലാവരും ഇത് വളരെ ശ്രദ്ധയോടെ പഠിക്കുകയും ഇതിൻ്റെ ആധികാരികത മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുകയും അത് സത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് നാം നമ്മെ തന്നെ കൂടുതലായി ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു അല്പസമയം ഒരു ചരിത്രം ഇതിനെ സംബന്ധിച്ച് എടുക്കാൻ ഇടയാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ തുടർന്ന് സംഭവിക്കുന്നത് 7 സഭകളുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് യോഹന്നാൻ കണ്ടതെന്നുള്ളത് ഇപ്പോഴുള്ളതാണ്. അപ്പോൾ ദൈവസഭ സ്ഥാപിതമായതിൻ്റെ ചരിത്രം നമുക്ക് നന്നായി അറിയാം. അത് യേശുക്രിസ്തുവാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ കർത്താവാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നുള്ളത്. അപ്പോൾ യേശുക്രിസ്തുവിനാൽ പണിയപ്പെട്ട അവൻ്റെ തിരുരക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തു യേശുവിൻ്റെ രക്തത്താലാണ് പുതിയ നിയമസഭ പണിയപ്പെട്ടിരിക്കുന്നത്. ആ സഭ പണിയപ്പെടുമെന്നുള്ളത് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിലാണ് ദൈവസഭയെക്കുറിച്ചുള്ള ആധികാരികമായ വെളിപ്പെടുത്തൽ അന്ന് ദൈവം പത്രോസിനോടുള്ള ബന്ധത്തിൽ സംസാരിപ്പാൻ. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു.
അപ്പോൾ പത്രോസിനോട് പറഞ്ഞു, ജീവനുള്ള കല്ലായിരിക്കുന്ന എൻ്റെ അടുക്കൽ വരുന്ന നിങ്ങൾ ജീവനില്ലാത്ത കല്ല് ജീവൻ പ്രാപിച്ച് ക്രിസ്തുയേശുവിന്റെ അടിസ്ഥാനക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്നതിൽ ഒന്നാമത്തെ വ്യക്തി പത്രോസ് എന്ന ആ പാറക്കഷ്ണമാകുമെന്നും അവനെ ചേർത്ത് പണിത് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആൾക്കാരെ ദൈവസഭയുടെ ഭാഗമാക്കി തീർത്തപ്പോൾ 2025 നമുക്ക് പറയണം, അതേ ദൈവസഭയുടെ ജീവനുള്ള കല്ലായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെട്ട് എനിക്കും അതിൽ ഭാഗമായി തീരുവാൻ കർത്താവ് ഭാഗ്യം തന്നു. അന്ന് കർത്താവ് പറഞ്ഞ കാര്യം, ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരം, ഗേറ്റ്സ് ഓഫ് ദ ഹെൽ എന്ന് പറഞ്ഞാൽ അന്ന് വരെയും പാതാള മരണം അതിൻ്റെതായിട്ടുള്ള വാഴ്ച കാത്തുകൊണ്ടിരുന്നതിനെ കർത്താവ് തകർത്തിട്ട് പറഞ്ഞു, ഇതിനെ ജയിക്കുകയില്ലെന്ന്, പ്രബലപ്പെടുകയില്ലെന്ന്. എത്രമാത്രം പാതാള ഗോപുര ശക്തി എന്ന് പറഞ്ഞാൽ മരണ പാതാള ശക്തികൾ എത്രമാത്രം പ്രബലപ്പെട്ടാലും അതിനു മീതെ ഉയരത്തിൽ നിന്ന് വന്ന ദൈവത്തിന് അത്യന്തമായ ശക്തി ഉള്ളതുകൊണ്ട് ഒരു ശക്തിക്കും ദൈവസഭയെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. കർത്താവ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞെങ്കിൽ അതിന് കാരണം കർത്താവ് ജയാളിയാണ്. അവൻ ജയാളിയായിരിക്കുന്ന കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന ദൈവസഭ ഒരിക്കലും പരാജയപ്പെട്ടു പോകുകയില്ല. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിലും തളർന്നു പോകാതെ അന്ന് ആരംഭിച്ച ദൈവസഭ ഇന്നും ശക്തമായി തന്നെ ലോകത്ത് നിൽക്കുന്നുണ്ട്. അത് നിൽക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ മധ്യാകാശ വരവാകുമ്പോൾ 100 മേനി വിളവുള്ള ഫലം കായ്ക്കുന്ന വിശുദ്ധന്മാരുടെ ഗണം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ വളരെ ശക്തിയോടെ വിവിധമായ വിധത്തിൽ പരിശുദ്ധാത്മാവ് സഭകളെ പഠിപ്പിക്കുകയും ഉണർത്തുകയും ഒരുക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി തരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതിനായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അപ്പോൾ സഭയെ സ്ഥാപിച്ചത് കർത്താവാണ്. എന്നാൽ സുവിശേഷങ്ങളിൽ ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു കൊടുത്തില്ല. എന്നാൽ ദൈവസഭയുടെ അംഗങ്ങളാക്കി തീർക്കുവാൻ വേണ്ടി, അഥവാ യേശു ക്രിസ്തുവിൻ്റെ അനുയായികളാണ് ക്രിസ്ത്യാനികൾ. പന്തിവയ്ക്കൽ വെച്ച് അവർക്ക് ക്രിസ്ത്യാനി എന്ന പേരുണ്ടായി. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൽ സുവിശേഷം അറിയിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി സകല മനുഷ്യരെയും സകല ജാതിയിലുള്ളവരെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യരാകുവാനുള്ള അടിസ്ഥാനപരമായ ഉപദേശം ദൈവം തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറിയിട്ട് പറഞ്ഞത്, നിങ്ങൾ പോയി സുവിശേഷം അറിയിച്ചിട്ട് ലോകത്തിലുള്ള എല്ലാ ജാതികളിൽ നിന്നും എല്ലാവരിൽ നിന്നും രക്ഷിക്കപ്പെടുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി യേശുവിൻ്റെ ശിഷ്യന്മാരാക്കി തീർക്കണം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ കുറിച്ചാണ് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അവർ രക്ഷിക്കപ്പെട്ടവരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായിരുന്നവരുമായിരിക്കും. അങ്ങനെയുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് നാം ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. രക്ഷിക്കപ്പെട്ടതിനായി സ്തോത്രം ചെയ്യണം. രക്ഷയുടെ സന്തോഷമുണ്ടായിരിക്കണം. സ്നാനപ്പെട്ടതിനായി സ്തോത്രം ചെയ്യണം. ചിലർക്ക് വിചാരിക്കുക അത് വന്നുപോയല്ലോ, പെട്ടുപോയല്ലോ എന്നൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മളാരും പെട്ടുപോയതല്ല, നമ്മളെ ആരും പെടുത്തിയതുമല്ല. ദൈവത്തിൻ്റെ കരുണയാൽ, കൃപയാൽ ദൈവം നമ്മളെ ഈ പരമവിളിയിലേക്ക് വിളിച്ചതാണ്. അതിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയാൻ വേണ്ടി അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിളിയാലുള്ള ആശയം എന്നതെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ. എനിക്ക് എന്ത് ലഭിക്കും? ഞാൻ അങ്ങയെ സേവിക്കുന്ന മുഖാന്തരമായി എനിക്ക് ലഭിക്കുമെന്നുള്ളത് എന്താണെന്ന് ഇതുവരെയും ഹൃദയത്തിൽ വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ, എനിക്കിതുവരെയും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നെ അത് മനസ്സിലാക്കി തരണമേ, എനിക്കത് വെളിപ്പെടുത്തി തരണമേ എന്ന് നാം ആത്മാർത്ഥമായി നാം എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ആത്മീയമായിട്ട് പല കാര്യങ്ങളും ചോദിക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാറില്ല. നമുക്ക് എല്ലാവർക്കും ആവശ്യം ഭൗതിക വിഷയങ്ങളാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, എന്നെ നീ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഞങ്ങളുടെ പരമയുടെ ലക്ഷ്യം എന്താണെന്ന് ദൈവത്തോട് ചോദിക്കും. കർത്താവേ, എന്തിനു വേണ്ടിയാണ്, എന്താണ് നീ എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള ദൈവത്തോട് ചോദിച്ച് നിർണയം പ്രാപിച്ച് നാം ആ വിശുദ്ധൻ്റെ വിളിക്ക് യോഗ്യമായ രീതിയിൽ ജീവിച്ച് അവൻ്റെ ഉദ്ദേശം നമ്മളിൽ സമ്പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി സമർപ്പിതരായിരിക്കണം ദൈവസഭ, ദൈവമക്കൾ എന്നുള്ളതാണ് ഞാൻ പ്രാരംഭത്തിൽ ഈ സഭയുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് ഉത്ബോധിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ദൈവസഭ എന്നുള്ളതിനെക്കുറിച്ച് ആഗോള ദൈവസഭയുള്ള ബന്ധത്തിൽ എഫെസസ് സഭയെക്കുറിച്ചുള്ള രീതിയിൽ പഠിക്കുമ്പോൾ നമ്മളതിനെ പഠിക്കുന്നതായിരിക്കും. എന്നാൽ 7 സഭകൾ എന്നുള്ളതിൽ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലെ 23
9 വാക്യങ്ങളും 3-ാം അധ്യായത്തിലെ 22 വാക്യങ്ങളും ഉൾപ്പെടുന്ന 51 വാക്യങ്ങളുടെ വ്യാഖ്യാനമാണ് ഈ ഈ ഇപ്പോഴുള്ളതെന്നുള്ള പഠനത്തിൽ നമ്മൾ വെളിപ്പാട് പുസ്തക പഠനത്തെ നമ്മൾ ചിന്തിക്കുന്നത്. 1-ാം അധ്യായത്തിൽ 20 വാക്യങ്ങൾ നമ്മൾ വ്യാഖ്യാനിച്ച് പഠിച്ചു. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് 7 സഭകളുടെ ബന്ധത്തിൽ ഇപ്പോഴുള്ളത്, ഇപ്പോൾ നേരത്തെ ഇല്ലാതിരുന്നു, യേശുക്രിസ്തു മുഖാന്തരമായി സ്ഥാപിതമായ രക്തത്താൽ സ്ഥാപിതമായിരിക്കുന്ന ദൈവസഭ അതെന്താകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി ആരാണോ സഭയെ സ്ഥാപിച്ചവൻ അവൻ തന്നെ ഇറങ്ങി വന്ന് പത്മോസിൽ വളരെ വ്യക്തമായി സഭകളോടുള്ള ബന്ധത്തിൽ ആ 7 സഭകളെ വെളിപ്പെടുത്തി ആഗോള സഭയോടുള്ള ബന്ധത്തിൽ തന്നെ വെളിപ്പെടുത്തുകയാണ് കർത്താവ് അവിടെ ചെയ്തതിന്. 51 വാക്യങ്ങളാണ് യോഹന്നാനോട് കർത്താവ് സംസാരിച്ച വിഷയങ്ങളായിട്ട് അതിൽ സംക്ഷേപിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ 2-3 അധ്യായങ്ങളിൽ 2-ാം അധ്യായത്തിൽ 29 വാക്യങ്ങളും 3-ാം അധ്യായത്തിൽ 22 വാക്യങ്ങൾ ഉൾപ്പെടുന്നു. അതിനങ്ങനെ 51 വാക്യങ്ങളുടെ പഠനമാണ് തുടർന്ന് വേഗത്തിൽ നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പ്രധാന സന്ദേശം, മുഖ്യ സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു മുന്നറിയിപ്പ്, ദൈവസഭയ്ക്ക് എന്താണ് ഭാവിയിൽ ഉണ്ടാകുന്നതെന്ന് അന്ന് കർത്താവ് സംസാരിച്ചു. അന്ന് യോഹന്നാനോട് പറയുകയാണ്, ഇപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭയാണ്, ഏകദേശം 1-ാം നൂറ്റാണ്ടിലുള്ള സമയത്താണ് ഈ പറയുന്ന ഏഷ്യ മൈനറിലുള്ള സഭയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കർത്താവ് സഭയ്ക്ക്, ആഗോള സഭയ്ക്ക് ദൂതറിയിക്കുമ്പോൾ അന്ന് നിലനിന്നിരുന്ന 7 സഭകളെ 7 വിധത്തിലുള്ള വിഷയങ്ങളുള്ള ബന്ധത്തിൽ ദൈവാത്മ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അതിലെ മുഖ്യ സന്ദേശം, സഭകൾ ഏത് കാലഘട്ടത്തിലും സാത്താന്യ തന്ത്രങ്ങളെ അതിജീവിച്ച് ജയാളികളായി നിലനിൽക്കണമെന്നുള്ളതാണ്. എന്താണ് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്ത് എന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതിനെ സംക്ഷേപിച്ച് നാം ചിന്തിച്ചാൽ നാം ജയാളികളായി തീരണം എന്നുള്ളതാണ്. ഏത് കാലഘട്ടത്തിലും, ഇപ്പോൾ ഏത് സമയത്തും, അപ്പോൾ 1-ാം നൂറ്റാണ്ട് മുതലുള്ള ദൈവസഭകളുടെ മധ്യാകാശ വരെയുള്ള 7 സഭകളെ എടുത്ത് പഠിപ്പിക്കുമ്പോൾ അതിൽ ജയാളികളായിത്തീരാനുള്ള ആഹ്വാനമാണ് ദൈവസഭയ്ക്ക് ദൂതുകളായിട്ട് യോഹന്നാന് കൈമാറുവാനിടയാത്തത്. അതാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പം എന്താണ് നമ്മെ പരാജയപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നമുക്കറിയാമല്ലോ, ഒരു രോഗം നമ്മളെ പരാജയപ്പെടുത്തുമ്പോൾ ആ രോഗം കണ്ടുപിടിച്ചെങ്കിലേ ചികിത്സിക്കാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, ട്രീറ്റ്മെൻറ്റുള്ള ഏത് രോഗത്തിനും രോഗം കണ്ടുപിടിച്ചാൽ പിന്നെ ഈസിയാണ്. അതിൻ്റെ ഡയഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എളുപ്പമാണ്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇല്ലാത്ത രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവർ കൈയൊഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, മൂല കാരണം എന്താണ്, ഏതാണ് നമ്മെ പരാജയപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ നമുക്കതിനെ അനുസരിച്ച് അത് ജീവിച്ചാൽ നമുക്ക് ജയാളികളായി ജീവിക്കാൻ കഴിയും. അപ്പോൾ എന്താണ് ദൈവസഭയെ, ദൈവമക്കളെ നമ്മളെ പരാജയപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ 7 സഭകളുടെ ബന്ധത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവിടെ രേഖപ്പെടുത്തി. നമ്മളതിലേക്ക് കടന്നു പോകും. ഞാനിതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞു പോകുന്നത്, 7 സഭകൾ എന്നുള്ളത് ദൈവം മുൻനിർണയമായിട്ട് ദൂതായിട്ട് കർത്താവിൻ്റെ ദൂത് യേശുക്രിസ്തു മുഖാന്തരമായിട്ട് യോഹന്നാന് കൈമാറുകയാണ്. കൈമാറിയതിൻ്റെ അകത്ത് പ്രധാന കാര്യം നമുക്ക് ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ദൈവസഭയെ ജയാളികളാക്കി നിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് സാത്താനാകുന്നു എന്നുള്ളത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അപ്പോൾ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അപ്പോൾ സാത്താൻ്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലല്ലോ എന്ന് പറയുമ്പോൾ അന്നത്തെ ആ നൂറ്റാണ്ടിലുള്ള സഭയ്ക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ദൈവം അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സഭയ്ക്ക് ദൂതെഴുതുന്ന സമയത്ത് തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് സാത്താൻ പല വിധത്തിലുള്ള രീതിയിൽ ദൈവസഭകളെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ച് വളരെ കരുതലോടെ കാത്തിരുന്ന, കർത്താവിന് വേണ്ടി കാത്തിരുന്ന കൊരിന്ത്യ സഭയെ പാപത്തിലൂടെ മ്ലേച്ഛതയിലൂടെ കടത്തിവിട്ട് ജാതികളെക്കാൾ ഹീനമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയതിനെക്കുറിച്ച് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ ഭിന്നപക്ഷം ഉണ്ടാകുന്നതിനെക്കുറിച്ചും വഴക്കുകളെക്കുറിച്ചും
ജാതികളിൽ പോലും ഇല്ലാത്ത പാപമുണ്ടാകുന്നതിനെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം അന്ന് സംഭവിച്ചതാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇന്ന് ആണ് സംഭവിക്കുക. ഇന്ന് മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും സഭ കടന്നു പോയിട്ടുള്ളത് സാത്താനിക അവൻ്റെ തന്ത്രങ്ങളെ അതിജീവിച്ചാണ് ജയാളികളായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞിട്ട് 7 സാത്താനിക തന്ത്രങ്ങൾ പ്രധാനമായിട്ടും ഏതൊക്കെയാണ് എന്നുള്ളത് വെളിപ്പെടുത്തുകയും അപ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ളതും ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യ ലേഖനത്തിൽ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പരാജയപ്പെടുത്തുന്നത് സാത്താനാണെന്നുള്ളതും അവൻ്റെ തന്ത്രങ്ങളാണ് നമ്മളെ ക്രിസ്തു ജീവിതത്തിൽ ജയം നൽകാതെ പരാജയപ്പെടുത്തുന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ എഫെസ്യർക്ക് ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുന്ന ഒരു ആത്മീയ പടയാളിയാക്കി ദൈവസഭ നിർത്തുന്നതിനെക്കുറിച്ച് എഫെസ്യർക്ക് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എഫെസ്യർക്ക് ലേഖനത്തിൽ പൗലോസ് വളരെ ശക്തമായി എന്തൊക്കെയാണ് ഒരു ആത്മീയ പടയാളിയായിരിക്കുന്ന ഒരു വിശ്വാസി ധരിച്ചിരിക്കേണ്ട എതിർത്ത് നിൽക്കേണ്ടതായ സർവായുധ വർഗം എന്തൊക്കെയാണെന്ന് അവിടെ നമുക്കറിയാം. നമുക്കതേക്കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ടച്ച് ചെയ്തു. ഇപ്പോൾ സാത്താൻ തന്ത്രങ്ങളുണ്ട്, അതിനോട് നാം എതിർത്ത് നിൽക്കണമെങ്കിൽ നാം അതിനുവേണ്ടി സർവായുധ വർഗം ധരിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വെളിപ്പെടുത്തിയിട്ട് ഈ ലേഖനങ്ങളിൽ ഒന്നും പറയാത്ത 7 തന്ത്രങ്ങളെ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ. അപ്പോൾ ദൈവസഭയെ പണിതവൻ ലേഖനങ്ങളിലൂടെ നമുക്കറിയാം. ഈ വേദപുസ്തകത്തിനകത്ത് പുതിയ നിയമത്തിലുള്ള 27 അധ്യായങ്ങളിൽ 27 പുസ്തകങ്ങളിൽ 4 സുവിശേഷങ്ങൾ, 21 ലേഖനങ്ങൾ, ഒരു പ്രവചനം, ഒരു ചരിത്ര പുസ്തകം, ഇങ്ങനെ 27 പുസ്തകങ്ങളാണ് ബൈബിളിലുള്ളത്. അപ്പോൾ അതിൽ വെളിപ്പാട് പുസ്തകം എന്ന പ്രവചന പുസ്തകത്തിലാണ് സാത്താൻ്റെ 7 തന്ത്രങ്ങളെക്കുറിച്ച് ദൈവത്തിനായിരിക്കുന്ന ക്രിസ്തു ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന സഭയെ പണിതവൻ തന്നെയാണ്. അത് ദൈവസഭയ്ക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിൽ അവരത് വെളിപ്പെടുത്തി ദൈവസഭയെ തകർക്കുവാൻ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന തന്ത്രങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ അതിജീവിക്കാൻ ആവശ്യമായ സർവായുധ വർഗം ധരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ എന്താണ് 7 തന്ത്രങ്ങൾ സാത്താൻ പ്രയോഗിക്കുന്നത് എന്നുള്ളത് ദൈവത്തിൻ്റെ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു, സഭയുടെ നാഥനായിരിക്കുന്നവൻ, സഭയെ സ്ഥാപിച്ച സഭയുടെ ശില്പിയായവൻ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതിനെക്കുറിച്ചാണ് 2-3 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ 7 സഭകളുള്ള ബന്ധത്തിലുള്ള ഒരു വേഗത്തിലൊരു പഠനം ഞാൻ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ, അതിൻ്റെ ഉള്ളടക്കം എന്ന രീതിയിൽ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഒന്നാമത്തെ സഭ എഫെസോസിലെ സഭയാണ്. എഫെസോസിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ അത് ഏഷ്യ മൈനറിലുള്ള സ്ഥലമാണ്, നമുക്കറിയാമല്ലോ. ഈ സ്ഥലം, അത് എഫെസോസ് എന്ന് പറയുമ്പോൾ അവിടെ റോമൻ പ്രവിശ്യയിൽപ്പെടുന്ന ഈ സ്ഥലത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട റോഡിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന 7 സഭകൾ ഉൾപ്പെടുന്നത്. ഏഷ്യ മൈനറിലുള്ള പ്രധാനപ്പെട്ട റോമൻ പ്രദേശത്തുള്ള ഒരു പ്രധാന റോഡിനോടുള്ള ബന്ധത്തിൽ ഈ 7 സഭകളെ ബന്ധപ്പെടുത്തിയുള്ള റോഡ് കടന്നു പോകാനായിട്ട് അവിടെ വെളിപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ എഫെസസ് സഭ എന്ന് പറയുമ്പോൾ അത് സ്ഥാപിതമായിരിക്കുന്ന ദേശത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ ഇത് ഒരു ഹാർബർ സിറ്റി ആണ്. പുരാതന കാലത്തുള്ള ഒരു ഹാർബറാണ്, ഹാർബർ സിറ്റിയാണ്. അതുപോലെ ആർതെമിസ് ദേവിയുടെ ടെമ്പിൾ അഥവാ ആർതെമിസ് ദേവിയോടുള്ള ബന്ധത്തിലുള്ള ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമാണ് എഫെസസ് എന്നാണ് പറയുന്നത്. ഹാർബർ സിറ്റിയാണ്, ഹാർബർ സിറ്റി. എന്നാൽ സ്മിർന സഭ എന്ന് പറയുന്നത് പോർട്ട് സിറ്റിയാണ്. ഈ ഹാർബറും പോർട്ടും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയത്തില്ല. എന്താണ് ഹാർബർ, എന്താണ് പോർട്ട്? ഹാർബർ എന്ന് പറയുമ്പോൾ അത് എഫെസസ് എന്ന് പറയുമ്പോൾ ഹാർബർ സിറ്റിയാണ്. എന്നാൽ സ്മിർന എന്നുള്ളത് അടുത്തുള്ളതാണ്, അത് പോർട്ട് സിറ്റിയാണ്, പോർട്ടാണ്, അത് തുറമുഖം. രണ്ടും തുറമുഖങ്ങളാണ്. ഹാർബറും പോർട്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാമായിരിക്കും. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുക. നമുക്കറിയാം ഹാർബർ, കൊച്ചിൻ ഹാർബർ അല്ലെങ്കിൽ പോർട്ട് വ്യത്യാസമുണ്ട്. പോർട്ടെന്ന് പറയുന്നത് അത് അവിടെ
അത് ബിസിനസ്സുപരമായിട്ടുള്ള കൊമേഴ്ഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെ ക്രെയിനും പരിപാടികളും ഒക്കെ ഉണ്ടത്. അതാണ് പോർട്ട്. എന്നാൽ ഹാർബർ എന്ന് പറയുമ്പോൾ എല്ലാ പോർട്ടുകളും എല്ലാ എല്ലാ ഹാർബറുകളും പോർട്ടാണ്. എന്നാൽ എല്ലാ ഹാർബറുകളും അത് കൊമേഴ്ഷ്യലായിട്ടുള്ള സ്ഥലങ്ങളല്ല. പാർക്കിംഗ് പ്ലേസ് പോലെയാണ് ഹാർബറിനെ അറിയുന്നത്. അതവിടെ മീൻപിടുത്തമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രിപ്പുകൾ പോകുന്ന കാര്യങ്ങളുള്ള ഹാർബറിലുള്ളൂ. അവിടെ ട്രെയിൻ വരുന്നത് അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസ് കാണത്തില്ല, പ്രവർത്തനം കാണത്തില്ല. എന്നാൽ പോർട്ട് എന്ന് പറയുമ്പോൾ തുറമുഖമാണ്. അവിടെ കപ്പലുകൾ വന്ന് അടുത്ത് കഴിഞ്ഞാൽ അത് ലോഡ് ചെയ്യുന്നു അൺലോഡ് ചെയ്യുന്നു എല്ലാം ആ പോർട്ടിലാണ്. അപ്പോൾ ഇത് ഹാർബർ പോർട്ടാണ്. പോർട്ട് എന്നുള്ള തുറമുഖവും പോർട്ട് തന്നെയാണ്. പക്ഷെ എല്ലാ പോർട്ടുകളും ഹാർബറുകൾ ആണ്. എന്നാൽ എല്ലാ ഹാർബറുകളും പോർട്ടുകളല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എല്ലാ ഹാർബറുകളിലും ഈ കൊമേഴ്ഷ്യലായിട്ടുള്ള ട്രേഡിങ് കാണത്തില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള സജ്ജീകരണങ്ങൾ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ എഫേസ്യസ് എന്ന് പറയുന്ന സ്ഥലം ഒരു ഹാർബർ ഉള്ള സ്ഥലമാണ്, ഹാർബറാണ്. അത് അവിടുത്തെ അർത്തിമിസ് ദേവിയുടെ ക്ഷേത്രം ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ഈ എഫേസസ് എന്നുള്ളത്. അപ്പോൾ അവിടെയുള്ള സഭ അത് പണിയപ്പെട്ടതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ വളരെയധികം കാര്യങ്ങൾ രേഖപ്പെടുത്തും. അതേക്കുറിച്ചായിരിക്കും നമ്മൾ ആഗോള സഭ എന്നുള്ള പഠനത്തെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ അതിനു മുമ്പായിട്ട് 7 സഭകളുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആമുഖമായിട്ട് പറയുന്നത് തുടർന്നുള്ള പഠനത്തിന് അത് സൗകര്യമാകുവാൻ വേണ്ടിയാണ്. ഇപ്പോൾ എഫേസസ് എന്നുള്ള സ്ഥലം അത് അന്നത്തെ റോമൻ പ്രവിശ്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഹാർബറായിരുന്നു. അവിടെ കൊമേഴ്സ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അത് തുറമുഖം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് പ്രധാനമായിട്ടുള്ള മത്സ്യബന്ധനം അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്കിംഗ് പ്ലേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സേഫായിട്ടുള്ള ഷിപ്പുകളൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നങ്കൂരമിടാനുള്ള സ്ഥലമായിട്ടാണ് ഈ എഫേസോസ് ഉപയോഗിച്ചിരുന്ന സ്ഥലം എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഇവർ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ പണിയപ്പെട്ടിരുന്ന ഒരു സഭയാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ പണിയപ്പെട്ട സഭയാണ് എഫേസസ് സഭ. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് സഭയുടെ അടിസ്ഥാനം. അപ്പോൾ ആ അടിസ്ഥാനമായിരിക്കുന്ന ദൈവസ്നേഹത്തിൽ പണിയപ്പെട്ട സഭ അതിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ് സാത്താനിക തന്ത്രം. അപ്പോൾ ഇവിടെ ദൈവസ്നേഹത്തിന് ആഴത്തിൽ പണിയപ്പെട്ട എഫേസസ് സഭയെ ഏതെങ്കിലും വിധത്തിൽ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയുക എന്നുള്ളതാണ് സാത്താൻ അവിടെ ഉപയോഗിച്ച തന്ത്രം. ഒന്നാമത്തെ പൈശാചിന് ഉപയോഗിക്കുന്ന തന്ത്രം നമ്മെ ഏതെങ്കിലും വിധത്തിൽ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുക, ദൈവസഭയെ നിന്ന് അകറ്റുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയിൽ നമ്മളെ അകറ്റിക്കളയാൻ വേണ്ടി സാത്താൻ പരിശ്രമിക്കും. നമുക്കൊരു പക്ഷേ പോകുന്ന കൂട്ടായ്മയിൽ ദൈവദാസനോട് ഇഷ്ടം കാണത്തില്ല, മറ്റുള്ളവരുടെ ഇഷ്ടം കാണത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഇട്ടുകൊണ്ട് നമ്മുടെ മനസ്സ് ഇട്ടുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയെ നമ്മളെ അകറ്റാൻ വേണ്ടി പിശാച് പരിശ്രമിക്കും. ശ്രദ്ധിച്ചു കൊള്ളുക. ഏതെങ്കിലും വിധത്തിൽ കൂട്ടായ്മയിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുന്നെങ്കിൽ സാത്താൻ ദൈവസ്നേഹത്തിൽ നമ്മളെ അകറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതിന് വേണ്ട ചില കാര്യങ്ങൾ അവൻ ഇട്ടുതരും. അത് ഈ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിൽ കൊളുത്തുന്ന ചില ഇര പോലെയാണ്. അത് വിഴുങ്ങി ദിവസങ്ങൾ അനേകര് കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ചിലരെ കാണുമ്പോൾ പണ്ട് പലരും വിശ്വാസം മാറിപ്പോയി അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് അവർക്കതിനോട് അന്ന് അവർ വിചാരിച്ചിറങ്ങിയതുപോലെ ഉള്ള ഒരു കാര്യങ്ങൾ സഭയിൽ കാണാത്തത് കൊണ്ട് പിന്മാറിപ്പോയ അനേകരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നഷ്ടമായത് അവർക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ ചേർത്ത് കഴിഞ്ഞാൽ ആ സ്കൂളിൽ ആരെങ്കിലുമൊക്കെ വഴിതെറ്റിപ്പോയി അല്ലെങ്കിൽ തെറ്റിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പഠനം നിർത്താറുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും പഠിക്കുമല്ലോ. അവിടെ പറ്റിയില്ലെങ്കിൽ അടുത്ത സ്കൂളിൽ പോയി ചേരുമല്ലോ. അങ്ങനെയല്ലേ? ഒരു സ്കൂളിനകത്ത് 5-8 പിള്ളേരെന്തെങ്കിലും വഴക്ക് പിടിച്ചു അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി പേര് കളഞ്ഞെങ്കിൽ ആ സ്കൂൾ നിർത്തി പോകത്തില്ലല്ലോ, അത് കണ്ടിന്യൂ ചെയ്യത്തില്ലേ? അവിടെ നിന്ന് ആരും പഠനം നിർത്തിപ്പോ അവർ ഇന്നൊരു മോശമായി പോയി ഞാൻ പഠനം നിർത്തുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ജോലി റിസൈൻ ചെയ്യത്തില്ലല്ലോ. അങ്ങനെ ചെയ്യത്തില്ലല്ലോ. കാരണം എന്താ? നമ്മുടെ ജീവിതമാർഗമാണ്. അപ്പം അത് നമ്മൾ കളയത്തില്ല. പക്ഷേ കൂട്ടായ്മയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പർവ്വതീകരിച്ച് ആരാധനയ്ക്ക് പോകാതിരിക്കുന്നവർ ഇന്ന് രാത്രി ശ്രദ്ധിച്ചുകൊള്ളണം. അത് നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ സാത്താൻ ഇടുന്ന തന്ത്രമാണ്.
അത് നഷ്ടമായിത്തീരുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് നഷ്ടമായിത്തീരും. അങ്ങനെയാണ് പലരും പിന്മാറിപ്പോകുന്നത്. സാത്താൻ നീതിബോധം കൂടുതലിട്ട് കൊടുക്കും. നിന്നെ പോലെയല്ല മറ്റുള്ളവർ, നിന്റെ അത്ര നീതി ഉള്ളവരല്ല, കൂടെ വരുന്നവരൊന്നും ശരിയല്ല, അവരൊന്നും ശരിയല്ല, അവരോട് കൂടുതൽ ആരാധിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടിടും. സ്വയനീതീകരണം നമുക്ക് വേണ്ട കേട്ടോ. അത് ദൈവം ചെയ്തുകൊള്ളും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അടിസ്ഥാനപരമായ ഉപദേശമുള്ള ദൈവസഭകളിൽ പോകുന്ന ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്റ്ററുടെ കുറവോ അവിടെ വരുന്നവരുടെ കുറവോ തേടുവാനുള്ള ചുമതല നിനക്കില്ല. നീ പ്രാർത്ഥിച്ചാൽ എങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതല്ലാതെ അത് കണ്ടുകൊണ്ട് ഞാൻ ഇനി പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ഒരു പാസ്റ്റർക്ക് വേണ്ടിയല്ല ഞാൻ വിശ്വാസി വന്നത്, ഒരു വിശ്വാസിക്ക് വേണ്ടിയല്ല ഞാൻ വിശ്വാസി വന്നത്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ ദൈവത്തെ സ്നേഹിക്കുവാൻ, അവനെ ആരാധിക്കാൻ വേണ്ടിയാ ഞാനും നിങ്ങളും ദൈവസഭയുടെ അംഗങ്ങളായി തീർന്നത്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരെങ്കിലും പിന്മാറ്റത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ, ആരെങ്കിലും എന്നെ അവർ സ്നേഹിച്ചില്ല, എന്നോട് അവർ ഇടപെട്ടില്ല, എന്നോട് അവർ സംസാരിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ട കൈത്താങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ ജീവിതത്തിന് നീ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുക. ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, അവൻ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അത് നഷ്ടമാക്കി കളയാതെ ദൈവസ്നേഹത്തിൽ നമ്മെ ഒരിക്കലും വേർപിരിപ്പാൻ ഇടയാകരുത് എന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ, അദ്ദേഹത്തിന് നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. കള്ള സഹോദരന്മാരുടെ ആപത്തുണ്ടായിരുന്നു, കള്ള അപ്പോസ്തലന്മാരുടെ ആപത്തുണ്ടായിരുന്നു, നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. തനിക്കെതിരെ പല രീതിയിലുള്ള അപവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കണ്ടുകൊണ്ടപ്പോഴും അവൻ പറഞ്ഞത്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. റോമർക്കെതിരെ 8-ാം അധ്യായം അതിൻ്റെ 36 വാക്യങ്ങൾ. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എല്ലാ മേഖലകളെയും എടുത്തു പറഞ്ഞിട്ട് പൗലോസ് പറയുക, അങ്ങനെ ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ എണ്ണിയാലും അതിലൊന്നും പരാജയപ്പെട്ടു പോവുകയില്ല. കൂടി വന്നാൽ കൊന്നുകളയുമായിരിക്കും. എന്നാൽ എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്നെ സ്നേഹിച്ച കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അന്ന് ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുകയാണ്, പറയുകയാണ്, ഞാൻ ഇതിലൊക്കെ നമുക്ക് പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ എന്ന് പറഞ്ഞാൽ മരിക്കേണ്ടി വരികയോ അല്ലെ ജീവന് വേണ്ടിയോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ ഒരധികാരത്തിനും നമ്മുടെ ക്രിസ്തുവിന് സ്നേഹം നമ്മളെ മാറ്റാൻ കഴിയത്തില്ല. ഇതൊക്കെ നമുക്ക് പുതിയ നിയമത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, രക്തസാക്ഷിയുടെ ചരിത്രം പഠിക്കുമ്പോൾ, അവരെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അധികാരങ്ങൾക്ക് ദൈവമക്കളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം ദൈവമക്കൾക്ക്. അതുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ നമ്മുടെ ഹൃദയത്തെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് കൂട്ടായ്മ എന്ന് അകറ്റിക്കളയുന്നുണ്ടെങ്കിൽ രാത്രിയിൽ കുറിച്ചിട്ടുകൊള്ളുക, നാം ഈ സാത്താനിക തന്ത്രത്തിൽ പെട്ടുപോയവരാണ്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ആയിത്തീരാതെ ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന കൂട്ടായ്മകളിൽ അടിസ്ഥാനപരമായ ദൈവസഭകളുടെ പ്രവർത്തനങ്ങളിൽ നാം ചേർന്നുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവർ നിലവാരത്തിലെത്തിയിട്ടില്ല എങ്കിൽ പോലും ഈ കാഴ്ചപ്പാടുള്ളവർ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, കടന്നു വരുന്നവർക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി സാത്താൻ്റെ ബന്ധത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വേണമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദൈവസഭയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ നിശ്ചയമായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം സഭകൾക്ക് മാറ്റം വരുത്തും. അതല്ലാതെ കൂട്ടായ്മയെന്ന് പിന്മാറിപ്പോവുകയല്ല ചെയ്യേണ്ടത്. ഇനി വചനപരമായിട്ടോ ഉപദേശപരമായിട്ടോ നിലനിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് അവിടെ പോകാൻ കഴിയത്തില്ല, മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് സഭകൾ മാറുന്നതിന് വളരെ ആവശ്യമെങ്കിൽ ലോക്കൽ സഭകളെ വിട്ടുമാറണമെന്നുള്ളത്
അത്യാവശ്യമെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരിക്കലും കൂട്ടായ്മ ആരാധന നഷ്ടപ്പെടുത്തി കളയരുത്. സാത്താൻ്റെ തന്ത്രങ്ങൾ പെട്ടുപോകുവാൻ ഇടയാകരുതെന്ന് ഞാൻ പ്രാരംഭത്തിൽ ഇപ്പോൾ എഫെസ്യസ് സഭയെക്കുറിച്ച് ദൈവസ്നേഹത്തിന് ആഴത്തിൽ പണിയപ്പെട്ട ആ സഭയുടെ സാത്താൻ പ്രയോഗിച്ച ഒന്നാമത്തെ തന്ത്രം അത് ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ്. ഇതെല്ലാ കാലഘട്ടത്തിലും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ ഓരോ കാലഘട്ടങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള തന്ത്രമായിട്ട് ഉപയോഗിക്കുന്നത് അതിനെയാണ് അവിടെ രേഖപ്പെടുത്തി. രണ്ടാമത്തെ സഭ സ്മുർന്നയിലെ സഭയാണ്. അവർ നാനാവിധ പരീക്ഷകളാലും കഷ്ടതകളാലും ഉപദ്രവം സഹിച്ചവരാണ്. പൈശാചിക തന്ത്രം ദൈവസ്നേഹത്തിൽ പിടിച്ചു നിൽക്കുന്നവനെ പിന്നീട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് വിശ്വാസം വന്നു കഴിയുമ്പോൾ നമ്മൾ ആരംഭം ചിന്തിച്ച് നോക്കി, ഈ ദൈവസഭയിൽ വന്ന പ്രാരംഭത്തിലുള്ള സ്നേഹമൊക്കെ നമുക്ക് വർദ്ധിച്ചു വരികയാണ്, കുറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ചിലപ്പം കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ, നമ്മൾ വല്ലതും കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിനെയൊക്കെ അതിജീവിച്ച് അത് സാരമില്ല, എനിക്ക് എൻ്റെ ദൈവം തന്നിരിക്കുന്ന വിശ്വാസമാണ്, ഞാനത് മറ്റാരെയും നോക്കേണ്ടത്, ദൈവത്തിനെ എന്നെ തന്നെ നോക്കി എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുമ്പോട്ട് പോകണം എന്നുള്ള രീതിയിലൊക്കെ മുമ്പോട്ട് പോകും. നമ്മളതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോയി അങ്ങനെ കൂട്ടായ്മ നിലനിന്ന് പോകുന്നതിനായ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിൽക്കുമ്പോൾ പിശാച് ചെയ്യുന്നത് വിവിധ പരീക്ഷകൾ ഇട്ട് തരും, കഷ്ടതകൾ തരും. അങ്ങനെ ദൈവസഭയെ ഉപദ്രവിച്ച് ജയാളികളാകാതിരിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യും, അവൻ്റെ തന്ത്രം ഉപയോഗിക്കും. അത് കഷ്ടത വരും, ഏതെങ്കിലും വിധത്തിൽ തകർത്ത് കളയാനുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല കൂട്ടായ്മയെ കിട്ടി, അനുഗ്രഹമാണ്, കുഴപ്പമൊന്നുമില്ല, സന്തോഷമാണ്, ചർച്ച സന്തോഷമാണ്, പാസ്റ്റർ സന്തോഷമാണ്, നല്ല കൂട്ടായ്മക്കാരൊക്കെ ഉണ്ട്. പക്ഷേ സാധാരണ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അവനന്നേരം അടുത്ത തന്ത്രം ഉപയോഗിക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നവരെ കഷ്ടതയിലേക്കിടും. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഇതിൽ അവൻ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഈ അവൻ ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കുന്നില്ല. പ്രവർത്തിക്കാതിരിക്കുന്ന നമ്മളൊക്കെയാണ്. സാത്താനും അവൻ്റെ ലോകവും എപ്പോഴും പ്രവർത്തന നിരതമാണ്. കാരണം ഏതെങ്കിലും വിധത്തിൽ ഒരുത്തനെ വിശ്വാസത്തിന് നാറ്റിക്കളയുന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. ദൈവസഭയും ദൈവമക്കളും പരിശ്രമാവും നമ്മൾ ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും വിധത്തിൽ ഒരാളെ പൈശാചിക പിടിയിൽ നിന്ന് ദൈവരാജ്യത്തേക്ക് കൊണ്ടുപോകണം, ദൈവ മക്കളാക്കി തീർന്ന് ദേവസഭയുടെ അംഗങ്ങളാക്കി തീർക്കണമെന്നുള്ളതാണ്. അതാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ സാത്താൻ്റെ അവൻ എപ്പോൾ രാപ്പകൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അന്ധകാര ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ സത്യസഭയിൽ നിന്നുള്ള ഒരാളെ മാറ്റണം. അതാണ് അവൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരോടും അവന് പോരാടത്തില്ല, അവൻ്റെ ആവശ്യമില്ല. ദൈവമക്കൾ നമ്മൾ കൂടി വരുന്ന 2-3 പേര് കൂടി വരുന്ന ദൈവസഭയോടാണ് ഈ ലോകത്തിൽ ദൈവത്തിന് പോരാട്ടമുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം പ്രശ്നമുള്ളത്. ചില പറയും, എന്താണ് ഇവർക്ക് ഇത്രയും പ്രശ്നം, പോരാട്ടമെന്നുള്ളത്? കാരണം ഇവൻ്റെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന വേറെ ആരെയല്ല, ബാക്കിയുള്ളവരൊക്കെ അവൻ്റെ കൈ കിടക്കുന്നവരാണ്. അപ്പം അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കഷ്ടതയും അത് അവരുടെ രീതിയിൽ സാധാരണ അവരെ അടിമത്തി വിട്ടിരിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ സഭയ്ക്കെതിരെ ശക്തമായ പോരാട്ടം ഏതെങ്കിലും വിധത്തിൽ ദൈവസഭയെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയുള്ള ഏതെങ്കിലും തന്ത്രം ഉപയോഗിക്കും. രണ്ടാമത് അതിനെ പിടിച്ചു നിന്നാൽ അവൻ ചെയ്യുന്നത് കഷ്ടതയിട്ട് തരും. കഷ്ടതയിലൂടെ വിവിധ കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ ഇട്ട് തരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കഷ്ടാനുഭവങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായ ദൈവസഭയുടെ ശില്പിയായവൻ കഷ്ടങ്ങളിൽ തളർന്നു പോകാതെ കഷ്ടം സഹിച്ച് ജയാളികളാകുവാൻ സഭയെ നമ്മളെ ശക്തീകരിക്കും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അമൂല്യമായ സ്നേഹമാണ്, അചഞ്ചലമായ സ്നേഹമാണ്. അതൊരിക്കലും മാറ്റമില്ലാത്ത, ബോഷ്കില്ലാത്ത സ്നേഹമാണ്, യഥാർത്ഥ സ്നേഹമാണ്. ആ സ്നേഹമാണ് ദൈവസഭയെ നിലനിർത്തുന്ന. അത് പകരപ്പെടുമ്പോഴാണ് നമുക്കും ദൈവസഭയെ സ്നേഹിക്കാൻ കഴിയുന്നത്, കുറവുകളെ മറന്ന് സ്നേഹിക്കാൻ കഴിയുന്നത്. അത് കുടുംബങ്ങളിൽ നമുക്കറിയാം, ഒരുപാട് കുറവുകൾ നമ്മുടെ മക്കൾക്കുണ്ടാകാറുണ്ട്, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒറ്റ കുറവ് പോലും ഇല്ലാത്ത ഏതെങ്കിലും ഒരു കുടുംബമുണ്ടോ? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്, സ്നേഹത്തിൽ വരാറുണ്ട്. പക്ഷേ എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളുള്ളത് കൊണ്ടാണ് കുറവുകളെ നമുക്ക് കണ്ടിട്ടും സ്നേഹിപ്പാൻ കഴിയുന്നത്. അപ്പോൾ കുറവുകളുണ്ടെങ്കിലും ദൈവം നമ്മളെ സ്നേഹിച്ചല്ലോ, ആ സ്നേഹമാണ് ദൈവസഭയിൽ നിൽക്കേണ്ടത്. യേശു ക്രിസ്തു സ്നേഹിച്ച ദൈവസ്നേഹം ദൈവസഭകളിൽ നിലനിൽക്കണം. അതാണ് പ്രാരംഭ സഭയുടെ ബന്ധത്തിൽ പറഞ്ഞെങ്കിൽ. അങ്ങനെ കഷ്ടം സഹിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, തളർന്നു പോകരുത്, ഞാൻ കഷ്ടം പഠിച്ച് തികഞ്ഞവനാണ്. അപ്പം നമ്മുടെ കഷ്ടതയിൽ നമ്മളോട് സഹതാപം കാണിപ്പാൻ അവൻ അറിയാം. അങ്ങനെ സ്മർന്നാസഭയുടെ പ്രത്യേകം എന്ന് പറയുമ്പോൾ അവർ ദുരിതപൂർണമായിരിക്കുന്ന ഒരു ജീവിതമാണ് നയിച്ചത്. എന്നാൽ അവരെക്കുറിച്ച് നോക്കുമ്പോൾ അവർ പരാജയപ്പെട്ടു പോകാതെ
ആ സഭയ്ക്ക് കുറവില്ലാതെ നിൽപ്പാനിടയാത്ത വന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സായ കാര്യം, എനിക്ക് പറയാൻ സാധിക്കുന്നത്, കഷ്ടതയും ദുഃഖവും പ്രയാസവും ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറവൊന്നും വരത്തില്ല. എന്നും കണ്ണുനീരും പ്രയാസം ഉണ്ടാകുന്നത് ചോദിച്ചാൽ ദൈവം പറയും, നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കാരണം നീ ഈ കരച്ചിലും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ട്, കഷ്ടം വരുന്നതുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്ന കാരണം നിത്യതയിൽ എന്നോടുകൂടെ വാഴാൻ സാധിക്കും. എല്ലാം തന്ന ഒരു കുഴപ്പമില്ല, അഹങ്കാരികളായി തലകുത്തി പോയാൽ പോയില്ലേ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് നല്ല കഷ്ടതയും അടിയൊക്കെ തരുന്നത് ദൈവം സ്നേഹിക്കുന്നുണ്ട്. കഥ പറഞ്ഞല്ലോ, എബ്രായത്തിൽ പറഞ്ഞു, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയാ ഉള്ളതെന്നുള്ളത്. പറഞ്ഞാൽ ഈ അഹങ്കരിച്ച് പോയി തലകുത്തി വീഴാൻ പാടില്ല. എല്ലാം തന്നു കഴിയുമ്പോഴത്തേന് പിന്നെ കാലൊക്കെ ഹീലൊക്കെ പൊങ്ങും. ഞാൻ പറഞ്ഞിട്ട് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതൊക്കെ തോന്നും, ഞാനും എന്തോ വലുതാണെന്നുള്ളത് തോന്നും, എന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നിപ്പോകും. അങ്ങനെ സംഭവിച്ച് തലകുത്തി പോകാനുള്ള സാധ്യത ഉള്ളപ്പോൾ കർത്താവ് പറയും, ഇവൻ തലകുത്തി പോകാൻ സാധ്യത കൂടുതലല്ല, അതുകൊണ്ട് ചെറിയൊരു കൊട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ കർത്താവ്. ഇതാണ് കഷ്ടത എന്ന് പറയുന്നത്. ദൈവമൊക്കെ തരുന്ന കഷ്ടതകൾ ദൈവം അറിഞ്ഞുകൊണ്ട് തരുന്നതാണ്. കാരണം സ്മുർന്ന സഭയ്ക്ക് കഷ്ടത കൊടുത്തുകൊണ്ട് അവർ പരാജയപ്പെട്ടു പോയില്ല. അവർ ആ കഷ്ടതയിൽ കൂടുതൽ ദൈവത്തോട് അടുത്തു. അങ്ങനെയാണല്ലോ, കഷ്ടങ്ങളിലല്ല നാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത്. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, ചില കഷ്ടതകൾ നമ്മൾ അനുഭവിച്ചത് ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ്. നാം അകന്നു പോകാതിരിക്കാൻ വേണ്ടി, ദൈവസ്നേഹത്തിന് അകന്നു പോകാതിരിക്കാൻ വേണ്ടി, കൂട്ടായ്മ അകന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥനയെ ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കുന്നവരെ ആവശ്യം വരികയും ഫെലോഷിപ്പ് വേണ്ടി വരികയും ചെയ്തത് ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നാം ജയാളികളായിത്തീരും. സ്മരണ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് തന്ത്രം സാത്താൻ ഉപയോഗിച്ചത് കഷ്ടതയിൽ, ഉപദ്രവത്തിൽ അവരെ ഇല്ലാതാക്കി കളയാനാണ്. പക്ഷേ കഷ്ടതയിൽ തീർന്നു പോകുന്നതല്ല ദൈവസഭ. സാത്താൻ്റെ ഉപദ്രവത്തിൽ തറന്നു പോകുന്നതല്ല ദൈവസഭ. ശില്പിയായവൻ കഷ്ടങ്ങളെ ജയിച്ച ജയാളിയായിരിക്കുന്ന യേശുവിൻ്റെ പുനരുത്ഥാന ശക്തി വ്യാപരിക്കുന്നതുകൊണ്ട് നാം ഈ കഷ്ടങ്ങളിലും നാം സഹിച്ചുകൊണ്ട് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരായിത്തീരുന്നു. അങ്ങനെ സിദ്ധതയും പ്രത്യാശ ഉളവാക്കുന്നവരാണ് ദൈവസഭ. അതാണ് സ്മരണ സഭ. മൂന്നാമത്തെ സഭ പെർഗമോസ് സഭയാണ്. പെർഗമോസിന്റെ പ്രത്യേകതകളെ കുറിച്ച്, ഇപ്പൊ ഈ സ്മരണ സഭ ഒരു പോർട്ട് സിറ്റിയാണ്. അവിടെയാണ് അഥേന എന്നുള്ള ഒരു ടെമ്പിൾ, ഒരു ക്ഷേത്രമുള്ളത്. ഇവിടെ പ്രധാനമായിട്ടുള്ളത് അവരെ പ്രോസിക്യൂട്ട് ചെയ്തു. എന്നാൽ ലോകപരമായിട്ട് അവർ ദരിദ്രരായിരുന്നു, എന്നാൽ ആത്മീയമായിട്ട് അവർ സമ്പന്നരായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് എന്താ, ദരിദ്രരായവർ ആത്മാവിൽ സമ്പന്നരായതാണെന്ന് പറയുന്നത്. ദരിദ്രരായവർ ആത്മാവിൽ സമ്പന്നരാണ്. ലോകപ്രകാരം സമ്പന്നരായി കഴിഞ്ഞാൽ ആത്മാവിൽ ദരിദ്രരായി പോകും. പിന്നെ പ്രാർത്ഥന വേണ്ട, ഉപവാസം വേണ്ട, കൂട്ടായ്മ വേണ്ട, പിന്നെ കാണുന്നതെല്ലാം കുറ്റമാണ്. ശരിയല്ലേ? ശരിയാ. എനിക്ക് എല്ലാം സമ്പന്നരാണെങ്കിൽ പിന്നെ ഞാൻ കാണുന്നതെല്ലാം കുറ്റേ കാണുകയുള്ളൂ എല്ലാവരെയൊക്കെ നോക്കുമ്പോൾ. പിന്നെ എനിക്ക് എൻ്റെ കണ്ണിൽ കോല് വെച്ചുകൊണ്ട് ഞാൻ കരടെടുക്കാൻ വേണ്ടി പോകും. സമ്പന്നത വന്നു കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരെയും കുറ്റം കണ്ടുപിടിക്കാൻ പിന്നെ അവിടുത്തെ ലീഡറായിരിക്കും, നേതാവായിരിക്കും. അദ്ദേഹം സഭയുടെ നേതാവായിരിക്കും. സമ്പന്നനായി കഴിയുമ്പോഴത്തേന് നേതാവാണ്. കർത്താവ് പറഞ്ഞു, നീ ഈ ഭൗതികമായി റിച്ചായതുകൊണ്ട് നീ ഒന്നും ആത്മീയമായിട്ടൊന്നുമില്ല കുഞ്ഞ് എന്ന് പറയും. ദരിദ്രരായവർ ആത്മാവിൽ സമ്പന്നരാണ്. അതുകൊണ്ട് നമ്മൾ ദരിദ്രരാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഇവിടെ ദൈവജനമാണ് പറഞ്ഞത്, ദരിദ്രരായവർ ആത്മാവിൽ സമ്പന്നത അല്ലേ. ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ കൂടുതൽ പ്രാർത്ഥന. അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരുപോലെയാണേ, എല്ലാവരും ഒരുപോലെയാണ്. ഞാൻ പ്രത്യേകമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം ഒരേ ചിന്താഗതിക്കാരാണ്. എല്ലാം ഉണ്ടെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കത്തില്ല, മുട്ടുമടങ്ങത്തില്ല. ആവശ്യം വന്നു കഴിഞ്ഞാൽ മുട്ടല്ല, നിലത്ത് കമന്ന് കിടന്ന് കരയും, ഉരുണ്ട് കിടന്ന് പ്രാർത്ഥിക്കും ആവശ്യം വരുമ്പോൾ. ഇല്ലെങ്കിൽ പിന്നെ മുട്ടുമടക്കാനും ബുദ്ധിമുട്ടാണ്, ഭയങ്കര പ്രശ്നമാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്വേഷിച്ചില്ലാണ്ട് വരും, ഉണ്ടോ പ്രാർത്ഥിക്കാതെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടി വരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, കഷ്ടത വരുമ്പോൾ ആത്മീയത്തിൽ സമ്പന്നരാകണം എന്നുള്ള വചനം വായിക്കും. അതുകൊണ്ടാണ് പറഞ്ഞാൽ, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണകരമായി, നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ അത് ഇടയായി തീർന്നല്ലോ. 110 സംഘത്തിൽ പറഞ്ഞിരിക്കുക. ഈ കഷ്ടങ്ങൾ വരുമ്പോഴാണ് പുസ്തകമൊക്കെ ശരിക്കും അന്വേഷിക്കുന്നത്. ദൈവമക്കളുടെ പ്രത്യേകത നല്ലതാകട്ടോ, നല്ലതാണ്. കഷ്ടം വന്നപ്പോൾ നാം ലോകപ്രകാരം ദുഃഖിച്ച് നശിച്ചു പോകുകയല്ല ചെയ്തത്. ദൈവമക്കൾക്ക് ഇരുന്ന സാത്താൻ അവൻ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, കക്ഷയിലൂടെ കടത്തി വിടുമ്പോൾ ദൈവം പറയും,
അതിൽ നിന്ന് ഞാൻ നിന്നെ ജയാളിയാക്കും. യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ, യാക്കോബിൻ്റെ ജീവിതത്തിലെ കഷ്ടതകളൊക്കെ പഠിക്കുമ്പോൾ അവരാരും പരാജയപ്പെട്ടു പോയില്ല. ദൈവം അവരെ ജയാളിയാക്കി നിർത്തിയെങ്കിൽ സ്മരണാസഭയുള്ള ബന്ധത്തിൽ അവരും ജയാളികളായി തീർന്നതുപോലെ ഈ കാലഘട്ടത്തിൽ നാം കടന്നു പോകുന്ന കഷ്ടതകളെ ജയിച്ച് നാം ജയാളികളായി തീരും. അതിനുള്ള സമയം നിയമിക്കുന്നു. അതിനെക്കുറിച്ച് വളരെ ദീർഘമായി പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല. ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. പെർഗമോസിലെ സഭ എന്നുള്ളതും നമുക്കിവിടെ കാണുമ്പോൾ അത് റോമൻ പ്രവിശ്യയുടെ ഒരു തലസ്ഥാനമാണ് ഈ പെർഗമോസ്. അവിടെ കൾച്ചറൽ കേന്ദ്രമാണ് എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായിട്ടിരിക്കുന്ന ഒരു ദേശമാണ് പെർഗമോസ്. ഇവരുടെ പ്രധാന വിഷയം ഇവിടെ ദൈവസഭയ്ക്ക് ബന്ധത്തിൽ വിശ്വസ്തരാണ്. പക്ഷേ സത്യ ഉപദേശത്തിലാണ് ദൈവസം നിലനിൽക്കുന്നത്. അതിന് വിരുദ്ധമായി ബലിയാമി ഉപദേശം അവർ പൊരുത്തപ്പെട്ടു പോകുന്നത്. ഏതെങ്കിലും ദുരുപദേശം വന്നാൽ അതിനവരെ കണ്ണടച്ചു വിടും. അത് വലിയ കാര്യമാക്കത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾക്കോ വിരുദ്ധമായിട്ട് ഏതെങ്കിലും ശക്തികൾ എഴുന്നേറ്റാൽ അതിനോട് കോംപ്രമൈസ് ചെയ്യരുത്. നീ ഒറ്റപ്പെട്ടാൽ പോലും അതിനോട് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. പെർഗമോസഭയോട് പറയുകയാണ്, അവർ കൾച്ചറലായിട്ടുള്ള ഒരുപാട് സാംസ്കാരികമായിട്ട് ഒരുപാട് പ്രാധാന്യതയുള്ളൊരു ദേശമാണ് പെർഗമോസ്. ഇവിടെ കുറച്ചൊക്കെ ഒരു കണ്ണടയ്ക്കാൻ തുടങ്ങി. സത്യസഭയുടെ ഉപദേശത്തിൽ നിന്ന് ബലിയാമിക ഉപദേശങ്ങൾ വന്നപ്പോൾ കടത്തി കൊടുക്കാമെന്ന് ദുഷ്ടന്തയോട് പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം ബലിയാമിൻ്റെ ഉപദേശം എന്താണെന്ന് അറിയാമല്ലോ. ബലിയാമിൻ്റെ ഉപദേശത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും, പഠിക്കും, അതേക്കുറിച്ച് വിശദമായി പഠിപ്പിക്കും. ഇതാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ദുരുപദേശം ശക്തമായി പോരാടി അവയെ പരാജയപ്പെടുത്താൻ സാധിക്കും. സാംസ്കാരികമായിട്ടൊക്കെ വലിയ ചിന്തകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് ആ ദേശത്തിൻ്റെ പ്രത്യേകതകളൊക്കെ വരുമ്പോഴത്തേക്ക് അതിനോട് താതാത്മ്യപ്പെട്ടു പോയിട്ട് ദൈവസഭയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാതെ പോകുന്ന ഒരു അവസ്ഥയാണ് പെർഗമോസ് സഭയെക്കുറിച്ച് പറഞ്ഞത്. പശ്ചാത്തലം ഇതൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ, സാംസ്കാരികം എന്ന് പറഞ്ഞാൽ പല രീതികളുള്ള ഒരു മോഡേണായിട്ടുള്ള ഒരു സൊസൈറ്റി ഉള്ള സ്ഥലമായിരുന്നു പെർഗമോസ്. അപ്പം അതിൻ്റെതായിട്ടുള്ള കീഴ്വഴക്കങ്ങളും പാവങ്ങളും ഒക്കെ സഭയ്ക്കകത്ത് കടന്നു വരുവാൻ വേണ്ടിയുള്ള സാധ്യത ഉണ്ടായിരുന്നപ്പോൾ അതിന് വിരുദ്ധമായി നിൽക്കാനുള്ള ശക്തി സമ്പാദിക്കണം എന്നാണ് പെർഗമോസ് സഭയോട് ദൂത് പറഞ്ഞിരിക്കുന്നത്. തുയത്തേരിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഈ സഭയെക്കുറിച്ചും ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത് ഇവർ വളരെയധികം കച്ചവട ബിസിനസ് നടത്തുന്ന ഒരു സ്ഥലമാണ് തുയത്തൈര. പ്രത്യേകിച്ച് രക്താംബരം പോലുള്ള പട്ടുകൾ രക്താംബരം വിൽക്കുന്നവളായ തുയത്തേരയിലെ ലുദിയയെക്കുറിച്ച് നമുക്കറിയാം. ആ തുയത്തിര സഭയിൽ നിന്ന് സമ്പന്നമായിട്ടുള്ള സ്ഥലമാണ്. സമ്പന്നതയുള്ള രക്താംബരമൊക്കെ വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ചെറിയ കച്ചവടമല്ല. അങ്ങനെ തുയത്തേരിലെ സഭ സമ്പന്ന സഭയാണ്. അപ്പോൾ ഇവർ ദൈവത്തോട് വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരാണ്. നമുക്കറിയാം തുയത്തേരിലെ സഭയ്ക്ക് അടിസ്ഥാനമിട്ടത് നമ്മൾ നോക്കുമ്പോൾ ലുദിയയുടെ ഭവനത്തിലുള്ള ബന്ധത്തിലാണ് ഇവിടെ സഭ വരുന്നത്. അവർ വിശ്വസ്തരായിരുന്നു. അപ്പം സാമ്പത്തികം വർദ്ധിക്കുന്നത് കൊണ്ട് ഒരിക്കലും പാപം നേടിയപ്പെടുന്നല്ല. പക്ഷെ അത് ശരിയായ രീതിയിൽ ഉൾക്കാഴ്ചയുള്ളവരാണെങ്കിൽ ഒരിക്കലും സമ്പത്ത് അതുപോലെ തന്നെ ദാരിദ്ര്യമൊന്നും വിശ്വാസത്തെ ബാധിക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ ജീവിതത്തിന് സമ്പത്തോ ദാരിദ്ര്യമൊന്നും ആത്മീയ ജീവിതത്തെ ബാധിക്കാത്തവരാണ് യഥാർത്ഥ വിശ്വാസി. സമ്മർദ്ദത കാണും. അതുകൊണ്ടാണ് പൗലോസ് എനിക്ക് എല്ലാം അറിയാം, എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു, ദാരിദ്ര്യത്തിലിരിക്കാനും സുഭിക്ഷമായിട്ടിരിക്കാനും ഒക്കെ ഞാൻ പഠിച്ചിരിക്കുന്നു. പക്ഷെ ഇതിലൊന്നും നമ്മുടെ ആത്മീയ ജീവിതം എന്ത് ചെയ്തില്ല, തളർന്നു പോകരുത്. അബ്രഹാമിൻ്റെ ജീവിതം ഒക്കെ പഠിക്കുമ്പോൾ, ഇസ്ഹാക്കിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ അവരൊക്കെ കർഷകരുടെ ക്ഷാമത്തിലൂടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും യഹോവയോടുള്ള സ്നേഹത്തിൽ നിന്ന് അവരെ അകറ്റിക്കളഞ്ഞില്ല. മഹാസമ്പന്നനായപ്പോഴും ദൈവസ്നേഹത്തിന് അകന്നു പോയില്ല. അപ്പോൾ നമുക്ക് സമ്പന്നത വന്നാൽ, അതുപോലെ തന്നെ ദാരിദ്ര്യം വന്നാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ആത്മീയത്തെ അത് ബാധിക്കാതെ അത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും കാണപ്പെടണം എന്നുള്ളതാണ് നമുക്കിത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവത്തിലുള്ള സഭ അവർ വളരെയധികം കൊമേഴ്സ്, ഈ വ്യാപാര ബന്ധത്തിലുള്ള ബന്ധത്തിൽ പർപ്പിൾ ഇങ്ങനെയുള്ള രക്താംബരമൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം അതാണ് ഈ തുയത്തല്ല. അവിടുത്തെ സഭ വിശ്വസ്തരായിരുന്നു. കാരണം ആരംഭം വിട്ടത് ലുദിയയുള്ള ബന്ധത്തിലാണ്. അവൾ വിശ്വസ്തയായിരുന്നു. അതുകൊണ്ട് ആ സഭയുള്ള ബന്ധത്തിലും ഇവിടെ കാണിക്കുന്നത് ദൈവദാസന്മാരെ തെറ്റിച്ച് കളയാനുള്ള വിധത്തിൽ ഇസബേലിക തന്ത്രങ്ങൾ അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ കള്ളപ്രവാചകന്മാരെ എഴുന്നേറ്റിട്ട് ദൈവദാസന്മാരെ തെറ്റിച്ച് കളയ തന്ത്രം. അപ്പോൾ ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു വിശ്വാസിയെ തെറ്റിച്ചാൽ ഒരു കുടുംബമേ പോകുള്ളൂ, അല്ലെങ്കിൽ ആ വ്യക്തിയെ പോകുള്ളൂ. പക്ഷേ
ഒരു ദൈവദാസനെ തെറ്റിച്ചാൽ, പ്രത്യേകിച്ച് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നവരെ തെറ്റിക്കാൻ വേണ്ടി കള്ളപ്രവാചികമാർ അല്ലെങ്കിൽ അതിൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച്, ഇസബേലി തന്ത്രം ഉപയോഗിച്ച് ആഹാബ് എന്ന രാജാവിനെ തെറ്റിക്കാൻ കാരണം ഇസബേല. അത് മുഖാന്തരമായി ഇസ്രായേൽ മുഴുവനും തെറ്റിലേക്ക് പോയി. അതാണ് തന്ത്രം. അപ്പോൾ നേതാവിനെ തെറ്റിച്ചാൽ ആ പുറകെയുള്ള എല്ലാവരും പോകും. ഇവർക്ക് അറിയത്തില്ല, കണ്ണടച്ച് എല്ലാം പോകുന്നതല്ലേ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സുവിശേഷപരമുള്ള ബന്ധത്തിൽ നമുക്കറിയാം. ഞാൻ ആരുടെയും കാര്യങ്ങളൊന്നും എടുത്ത് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാലത്ത് സുവിശേഷത്തിൽ നിന്ന അനേകരെ ദൈവത്വങ്ങളിലേക്ക് കൊണ്ടുവന്ന അനേകര് പൈശാചിക പിടിയിൽപ്പെട്ടുപോയി, ഇസബേലി ഉപദേശത്തിൻ്റെ ശക്തിയിൽ പെട്ടുപോയി. എത്രയോ പേര് എന്ന് പറഞ്ഞാൽ ദുരുപദേശത്തിൻ്റെ കീഴിൽ പെട്ടുപോയി. അവർ ആ വിശ്വാസത്തിൽ തനിമ നഷ്ടപ്പെടുത്തി കളഞ്ഞ അനവധി സംഭവങ്ങൾ നമ്മുടെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദൈവസഭയെ ബാധിക്കരുത് എന്നുള്ളതാണ് ഇവിടെ കർത്താവ് ദൂത് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തിയേറ്ററിലെ സഭ അങ്ങനെയുള്ള സഭയാണ്. സർദീസിലെ സഭയെക്കുറിച്ച് പറഞ്ഞാൽ അത് ഒരു സാമ്രാജ്യത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഈ സർദീസ്. ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പേരുണ്ട്. നല്ല ഒരു പേരും പെരുമയൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഈ പേര് മാത്രമേ ഉള്ളൂ, ഇവർക്ക് ജീവനില്ല. പുറമേ നോക്കിയാൽ ഭയങ്കര പേരൊക്കെ നല്ല ഭയങ്കര പേരുകളൊക്കെയാണ്. പക്ഷെ അകത്ത് ജീവനില്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവസഭ പ്രവൃത്തി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരായിരിക്കും സഭയെ നിദ്രയിലാക്കുന്ന പൈശാചിക തന്ത്രമാണ്. സഭയെ ഉറക്കിക്കളയും. നമ്മളെല്ലാം ഉണ്ട്, എല്ലാം തൃപ്തരാണ്, കുഴപ്പമൊന്നുമില്ല. ചിലർ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. എനിക്കെല്ലാം ആയല്ലോ, കുഴപ്പം, ഞാൻ ആത്മീയത്തിലൊക്കെ നല്ല തികവുള്ളവരാണ്, എനിക്കെല്ലാം ആയി, ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പറയും അയ്യോ നല്ലതാണെന്ന് പറയും, നല്ല സഭയാണെന്ന് പറയും. കുറച്ച് കഴിയുമ്പം ഉറങ്ങിപ്പോവും. പണ്ട് മൊയിലും ആമയും ഓടിയതുപോലെയാണ്. മൊയില് വിചാരിച്ചു എനിക്കെല്ലാം ഉണ്ട്, ശക്തിയൊക്കെ ഉണ്ട്, ഇനിയിപ്പം കുറച്ച് ദൂരമൊക്കെ ഓടാനല്ലോ ഉള്ളൂ. അതുകൊണ്ട് ഈ ആമ എഴഞ്ഞഴിഞ്ഞ് വരുമ്പോഴത്തേന് എനിക്ക് ഒന്ന് കിടന്നുറങ്ങാം, കുഴപ്പമൊന്നുമില്ല, ഇവനിങ്ങ് എത്താൻ സമയമെടുക്കും എന്നുള്ള രീതിയിൽ കിടന്നുറങ്ങി. പക്ഷെ ആമ പതിയെ എഴഞ്ഞഴിഞ്ഞ് അത് ഫിനിഷിംഗ് പോയിന്റ് എത്തി. ഈ ഉറങ്ങിയത് എന്ത് ചെയ്തു? പേരൊക്കെ ഉണ്ടായിരുന്ന നല്ല ഓട്ടക്കാരനായിരിക്കുന്ന മുയല് പരാജയപ്പെട്ടു പോയി. അതുപോലെയാണ് ആത്മീയ ജീവിതത്തിൽ. അപ്പോൾ ഓടുന്നവർ സ്ഥിരമായി ഓടിക്കൊള്ളണം കേട്ടോ. സ്ഥിരതയുള്ളതാണ് ക്രിസ്തീയ ജീവിതം. ഒരിക്കലും കിടന്നുറങ്ങിയിട്ട് അടുത്ത ദിവസം എഴുന്നേറ്റ് പോകാമെന്ന് വിചാരിക്കരുത്. എനിക്കിതെല്ലാം ഉണ്ടല്ലോ, എനിക്ക് നല്ല സഭയുണ്ട്, നല്ല ആൾക്കാരുണ്ട്, ഇങ്ങനെയുണ്ട് ഒക്കെ ചിന്തിച്ച് നമ്മളങ്ങ് വലിയ ഹൈ മെൻറ്റാലിറ്റി ഒന്നും ഉണ്ടാക്കുമെന്ന് വേണം. ചിലർക്കൊക്കെ ഞങ്ങൾ ചിന്തയുണ്ട്, ഞങ്ങളുടെ സഭ ഭയങ്കരമാണ്, ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ വലിയ ആളാണ്, ഞങ്ങളുടെ ഇതാണ്, അങ്ങനെയാണ്, ഒക്കെയുള്ള ചിന്തയൊക്കെ. ഇതൊന്നും പ്രശംസിക്കേണ്ട, നല്ല കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തികവിലെത്തുന്നില്ല. നല്ലൊരു സഭയുള്ളത് കൊണ്ടോ, നല്ലൊരു ദൈവദാസം ഉള്ളത് കൊണ്ടോ, നല്ലതായിട്ടുള്ള ഫെലോഷിപ്പ് ഉള്ളത് കൊണ്ടോ ഒന്നും തികവിലെത്താൻ കഴിയത്തില്ല. അത് നാം തന്നെ ഉണർവുണ്ടാക്കണം. എനിക്ക് ഒരു നല്ല സഭയുള്ളത് കൊണ്ടോ, നല്ലൊരു കൂട്ടായ്മ ഉള്ളത് കൊണ്ടോ, എന്തെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ പ്രശംസിച്ച് ചിലർ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇന്ന സഭയിലെ അംഗങ്ങളാണ്, ഭയങ്കര ക്രെഡിറ്റാണ് അവർക്ക്. അറിയപ്പെടുന്ന ഒരു ദേവദാസൻ്റെ സഭയിലെ അംഗങ്ങളാണെങ്കിൽ ഭയങ്കര ക്രെഡിറ്റ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് അവിടെ എല്ലാം തികവുള്ളവരാണ് ചിന്തിക്കുന്നത്. ഈ ബാങ്കിൻ്റെ അടുത്ത് താമസിച്ച പേഴ്സ് പൈസ വരത്തില്ല, അക്കൗണ്ടിലെല്ലാം വേണം. സ്കൂളിൻ്റെ അടുത്ത് താമസിച്ചതുകൊണ്ട് അക്ഷരാഭ്യാസം കിട്ടത്തില്ല, സ്കൂളിൽ ചേരണം. ആശുപത്രി അടുത്ത് താമസിച്ചാൽ രോഗസൗഖ്യം കിട്ടത്തില്ല, ഡോക്ടറെ പോയി കാണണം. നമുക്കും പറയാം, ഞാൻ എന്നെ വലിയ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് താമസിക്കുന്നതൊക്കെ. അല്ലേ, ഞാൻ വലിയൊരു കോളേജിൻ്റെ അടുത്താണ് താമസിച്ചത്. ഇപ്പം ഞാൻ വലിയൊരു മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് താമസിക്കുന്നത്, ഞാനിവിടെ ഡോക്ടറാകും. ഞാൻ വലിയൊരു ബാങ്കിൻ്റെ അടുത്താണ് ഞാൻ താമസിച്ചത്. പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എനിക്ക് എന്താ പ്രയോജനം? ശരിയാണോ? താമസിക്കുന്ന എവിടെയാ? ബാങ്കിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. കൈ പൈസയുണ്ടോ? ഇല്ല. പേരുണ്ട്, കയ്യിലൊന്നുമില്ല. അതാണ് സർദീസ് സഭ. പേര് ഭയങ്കരമാണ്, ജീവനുള്ളതൊക്കെയാണ്, പക്ഷെ ജീവൻ ഇല്ല, വാസ്തവത്തിലൊന്നുമില്ല, കയ്യിലൊന്നുമില്ല. ഇതാണ് പലരുടെയും ആത്മീയ ജീവിതം. അതാ പറഞ്ഞു, ഇതൊരു വഞ്ചനയാണ്, സാത്താൻ്റെ വഞ്ചനയാണ്. ഇന്ന സഭയിൽ പോകുന്ന ഇന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നീ അതിൽ അഭിമാനിച്ച് അഹങ്കരിച്ച് പോയാൽ നിനക്കകത്തൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഉണർന്നിരിക്കണം, അവനവൻ തന്നെ ഉണരണം, നാം ഉണർവുള്ളവരായിരിക്കണം എന്നുള്ളതാണ് സർദീസ് സഭയോടുള്ള ബന്ധത്തിൽ അവിടെ ദൈവസഭ പറഞ്ഞിരിക്കുന്നത്.
ഫിലദെൽഫ്യ സഭയെക്കുറിച്ച് പറയുമ്പോൾ അത് അവിടെ കുറവ് പറയാത്ത സഭയാണ് ഫിലദെൽഫ്യ സഭ. ഫിലദെൽഫ്യ സഭയെക്കുറിച്ച് പറയുമ്പോൾ അതിന് കിഴക്കിൻ്റെ ഗേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗേറ്റ് ഓഫ് ദ ഈസ്റ്റ് എന്നാണ് പറയുന്നത്. കിഴക്കൻ പ്രദേശത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ഫിലദെൽഫ്യ. ഇവിടെ പ്രധാനമായിട്ടുള്ളത് മുന്തിരിയും അതുപോലെ തന്നെ തുണിയും ടെക്സ്റ്റൈൽസുമായിട്ടുള്ള ബിസിനസ് നടന്നിട്ടുള്ള സ്ഥലമാണ് ഫിലദെൽഫ്യ എന്ന ദേശം. ഫിലദെൽഫ്യ ഇവിടെയുള്ള സഭ വാസ്തവത്തിൽ സഹിഷ്ണുത ഉള്ള സഭയാണ്. പക്ഷെ അതിനെ നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നു. സഹിഷ്ണുത നഷ്ടപ്പെടുത്തി, നമുക്കറിയാം, നമ്മൾ സഹിച്ച് നിന്നിട്ട് അവസാനം സഹിഷ്ണുത നഷ്ടപ്പെട്ടു പോകുന്നു. ഫിലദെൽഫ്യ സഭ ബ്രദർലി ലവ് ഉള്ളതാ, സ്നേഹമുള്ളത് കൊണ്ട് അവിടെ സഹിക്കാൻ കഴിയും. ഇവിടെ ഒരു സ്നേഹമുള്ളവർക്ക് സഹിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞാൽ സ്നേഹമുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ട്, സ്നേഹമുള്ളവർക്ക് സഹിക്കാൻ കഴിയും. പലരെയും സഹിച്ചും വഹിച്ചും നിൽക്കുന്നത് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഫിലദെൽഫ്യ സഭ സ്നേഹമുള്ളതാണ് അല്ലേ? സ്നേഹമുള്ളത് കൊണ്ട് അറിയാം ഇവരൊക്കെ ശരിയല്ലെന്നറിയാം. നമ്മുടെ കർത്താവ് യൂദയെ സ്നേഹിച്ചില്ലോ. സഹിച്ചും വഹിച്ചവനെ കൂടെ നിർത്തി അവസാനം വരെ കൂടെ നിർത്തി. കർത്താവ് ഇടയ്ക്കവനെ പറഞ്ഞു വിട്ടില്ല. ഇവൻ കാണിച്ചു കൊടുക്കുന്ന ദൈവത്തെ അറിയാമായിരുന്നു, ചെയ്തില്ലേ? കർത്താവ് അറിയാമായിരുന്നല്ലോ. പറഞ്ഞു വിടാൻ അവനെ അല്ല ആദ്യം പറഞ്ഞു വിടേണ്ടത്. ഇവൻ ആരാണെന്ന് അറിയാമായിരുന്നു, എന്താണ് അവൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയാമായിരുന്നു. പക്ഷെ ദൈവം അവനെ സഹിച്ചും വഹിച്ചും നിർത്തി. ഫിലദെൽഫ്യ സഭയോടുള്ള മന്ത്രി പറയുക, സഹിച്ചും വഹിച്ചൊക്കെ നിർത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സഹിഷ്ണുത നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നമ്മുടെ കർത്താവ് സഹിഷ്ണുത കാണിച്ചു. അവസാനം വരെയും എല്ലാവരും സ്നേഹിച്ചു. യൂദയും യേശു സ്നേഹിച്ചു. അവനെ മാറ്റി നിർത്തിയില്ല. അവൻ്റെ കാലും കഴുകി, അവൻ്റെ പാദവും യേശു കഴുകി. പറഞ്ഞാൽ കർത്താവ് അവനെ സ്നേഹിച്ചിരുന്നു. അവനെ മാറ്റി നിർത്തിയില്ല. സഹിക്കുന്ന സഭയാണ് ഫിലദെൽഫ്യ സഭ. അവർക്കതോട് കുറവില്ല, കുറ്റമില്ലായിരുന്നു. സഹിക്കാൻ കഴിയുമോ? കുറവ് കാണത്തില്ല. വീടുകളിൽ, സഭകളിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, മറ്റുള്ള ഏത് മേഖല നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിൽ സഹിക്കാൻ കഴിയുമെങ്കിൽ അവിടെ സ്നേഹം വെളിപ്പെടുവാൻ ഇടയാത്തിരും. അവിടെ ജയം കാണുവാൻ ഇടയാത്തിരും. അഹിഷ്ണുത വന്നു കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാകും, സഭകളിൽ പ്രശ്നമുണ്ടാകും. അത് നമുക്ക് പ്രശ്നങ്ങളായിത്തീരും. അതുകൊണ്ട് ഫിലദെൽഫ്യ സഭയോട് പറയുക, നീ സഹിച്ചു നിൽക്കുന്നത് കണ്ടിന്യൂ ചെയ്യണം, തുടരണം. അത് നഷ്ടപ്പെടുത്തി കളയാൻ ഇടയാകരുത്. ഞാൻ സഹിച്ചു മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നീ അത് ഇട്ട് കളയരുത്. കുടുംബത്തിൽ കഷ്ടം സഹിക്കുന്നവരുണ്ട്, സഹിഷ്ണുതയോട് നിൽക്കുന്നവരുണ്ട്. പലരുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നമുക്ക് ചേർന്ന് പോകാൻ കഴിയാത്ത പല മേഖലകൾ കാണും. പല മേഖലകൾ ഉണ്ടെങ്കിലും അവിടെയും ഫിലദെൽഫ്യ സഭയുടെ ബന്ധത്തിൽ പറയുക, നീ സഹിച്ചു നിൽക്കുന്നുണ്ട്, അത് തുടരണം, ഇനി അത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കണം എന്നുള്ളതാണ് ഫിലദെൽഫ്യ സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ട് സഭയോടാണ് കുറവുകൾ പറയാറുള്ളത്. ഒന്ന് കഷ്ടം സഹിച്ച സ്മുർന്ന സഭ, രണ്ട് ഫിലദെൽഫ്യ സഭ. ഇപ്പം കഷ്ടതയും സഹിഷ്ണുതയും ഉണ്ടെങ്കിൽ പ്രത്യാശ ഉണ്ടാകും, അവർക്ക് കുറവ് കാണത്തില്ല. കഷ്ടതയും സഹിഷ്ണുതയും ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യാശ ഉളവാകുന്നതുകൊണ്ട്, കർത്താവിനുള്ള പ്രത്യാശ ഉള്ളതുകൊണ്ട് അത് സഹിക്കുന്നത്, കർത്താവിനുള്ള പ്രത്യാശ കൊണ്ടാണ് സഹിച്ചു നിൽക്കുന്നത് അല്ലേ? വിശ്വാസം പിടിച്ചു നിന്ന് സഹിച്ചു നിന്നത് ഏതെല്ലാം സമയങ്ങളിൽ വിട്ടുപോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ സഹിഷ്ണുതയോടെ നാം ആരാധനയിൽ കടന്നു പോയിട്ടുണ്ട്. എത്രയോ സന്ദർഭങ്ങളിൽ ശത്രു നമ്മളെ പരാജയപ്പെടുത്തി കളയാൻ വേണ്ടി, ആരാധന നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി എന്തെല്ലാം വിഷയം ഇട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നാം വീണു പോകാൻ നിർത്തിയ ദൈവത്തിൻ്റെ കൃപയാണ്. ദാരിദ്ര്യം വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ, ഉപദ്രവങ്ങൾ വന്നപ്പോൾ, അപവാദങ്ങൾ വന്നപ്പോൾ, നമുക്കെതിരെ പ്രശ്നമുണ്ടായപ്പോൾ അതിനൊക്കെ സഹിച്ചു നിൽപ്പാനുള്ള കൃപ തന്ന ദൈവത്തിന് രാത്രിയിൽ സ്തോത്രം ചെയ്യാം. ഫിലദെൽഫ്യ പറയുകയാണ്, നീ ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് കുറവൊന്നുമില്ല കുഞ്ഞെ. നീ സഹിച്ചു നിന്നാൽ കുറവ് കാണത്തില്ല. അതെ, നന്മയ്ക്ക് വേണ്ടി, ദൈവകാര്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി സഹിക്കാം. ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവരുടെ തെറ്റ് ചെയ്ത് അവരാണ് അവിടെ ജീവിക്കുന്നെങ്കിലും പലപ്പോഴും നാം അതിനെ അഭിമുഖീകരിക്കേണ്ടി വരും. നമ്മളെയും കള്ളന്മാരെന്ന് വിളിക്കും, നമ്മളെയും പലതും പറയും. പക്ഷെ അവിടെ ദൈവം പറയുന്നു, സഹിഷ്ണുത കാണിക്കണം അല്ലേ? മറ്റാരെങ്കിലും ചെയ്യുന്ന കുറ്റത്തിന് വേണ്ടി നാം അതിനെ സഹിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് കർത്താവ് നമ്മളെല്ലാം ചെയ്ത കുറ്റങ്ങൾക്ക് വേണ്ടിയല്ലേ യേശു സഹിച്ചത്. ആ സഹിഷ്ണുത നമുക്കൊന്ന് ഓർക്കാം. അതുകൊണ്ട് ഫിലദെൽഫ്യ സഭ അറ്റതായി തീരാൻ കാരണം അവർ സഹിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഏഴാമത്തെ സഭയാണ് ലവോദിക്കയിലെ സഭ. ലവോദിക്ക സഭയെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസികളെ ശീതോഷ്ണാവസ്ഥയിലാക്കുന്നതാണ് ഈ ലവോദിക്ക സഭ എന്ന് പറഞ്ഞാൽ, ഇവർ ചൂടുമല്ല തണുപ്പുമല്ല.
ഏതിൻ്റെ കൂട്ടത്തിൽ കൂടുന്ന ഒരവസ്ഥ. വിശ്വാസിയാണെന്ന് വെച്ചാൽ വിശ്വാസി, ജീവിതത്തിൽ അവിശ്വാസിയാണെന്ന് അവിശ്വാസി, ശീതോഷ്ണാവസ്ഥ. അപ്പം ഇങ്ങനെയുള്ളൊരു ജീവിതമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചർച്ചിലൊക്കെ വരുമ്പോൾ ഭയങ്കര ആക്റ്റീവാണ് വിശ്വാസികൾ. പക്ഷേ അത് വിട്ട് കഴിഞ്ഞ് മാറിക്കഴിയുമ്പോഴത്തേന് എവിടെയാണോ അവിടെ അതിനനുസരിച്ചുള്ള ജീവിക്കും. അങ്ങനെയല്ല. നാം എങ്ങനെയാണോ ദൈവസേനയിൽ കാണപ്പെടുന്നത് അതുപോലെ എല്ലായിടത്തും കാണപ്പെടുന്നത്. ഇപ്പോൾ ശീതോഷ്ണാവസ്ഥയിലാക്കുക പറഞ്ഞാൽ സാധാരണ വലിയൊരു തന്ത്രമാണ്. വിശ്വാസികളെ ശീതോഷ്ണാവസ്ഥയിലാക്കുക. യാഥാർത്ഥ്യത്തിൽ തിരിച്ചറിഞ്ഞ് ജാഗ്രതയുള്ളതാകാൻ പ്രബോധിപ്പിച്ചിരിക്കുന്നതോടൊപ്പം കർത്താവിനോടുകൂടി ഇരിപ്പാട് അതിശേഷമായ വരം കൂടിയാണ് ദൈവം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇതേക്കുറിച്ച് നമ്മൾ സവിസ്തരമായി ചിന്തിക്കും. ശീതോഷ്ണാവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവം ഇഷ്ടപ്പെടാത്തതാണ്. അവിടെയല്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥ. രണ്ട് തോണിയിൽ കാല് വെക്കുന്ന അവസ്ഥ. ലോകവും വേണം, ദൈവവും വേണം. കർത്താവ് നോക്കുമ്പം പേരുകൾ നമ്മൾ ലോകത്തിലും ജീവിച്ച് ദൈവസഭയോട് ബന്ധപ്പെട്ട് നിന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇത് സ്വഭാവം കാണിക്കുന്ന വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേകിച്ച് ഒരു മീനുണ്ട്. അതിന് പാമ്പാണോ മീനാണോ എന്ന് ചോദിച്ചാൽ അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഇവിടെ ശീതോഷ്ണാവസ്ഥ. ഇപ്പം ചൂടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, തണുത്താണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. തണുത്താണെങ്കിൽ ചൂടാക്കാമായിരുന്നു, ചൂടാണെങ്കിൽ ഇവനെ ഉപയോഗിക്കാമായിരുന്നു. അപ്പം ചൂടുമല്ല തണുപ്പുമല്ല, ഈ രണ്ടും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന അവസ്ഥ. ഇതാണ് സാത്താൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കായി ഇപ്പോൾ സാത്താൻ അനേകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പെട്ടുപോകരുത്. നമുക്ക് ശീതോഷ്ണാവസ്ഥയിലായിത്തീരാതെ ദിവസങ്ങളിൽ കർത്താവ് തന്നിരിക്കുന്ന ആ തനിമ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് നാം ഉണർവുള്ളവരായി, ചൂടുള്ളവരായി, ആത്മാവിൽ എരിവുള്ളവരായി ക്രിസ്തുവിനെ ആരാധിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതാണ് 70 സഭയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലവോദിക്ക സഭ എന്നുള്ളത് അത് ലൂക്വേമാണ് എന്ന് പറഞ്ഞാൽ ചൂടുമില്ലാത്ത തണുപ്പില്ലാത്ത അവസ്ഥകളാണ്. നമുക്കതങ്ങനെ കുടിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ അങ്ങനെയൊരു അവസ്ഥ അത് പ്രയോജനമുള്ളതല്ല, ആർക്കും പ്രയോജനമില്ല. ലോകവുമില്ല, ആത്മീയതയിൽ അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല. തോണിയിൽ കാല് വയ്ക്കുന്ന അവസ്ഥയാക്കരുത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവസഭയെക്കുറിച്ചുള്ളത് പറയുമ്പോൾ എൻ്റെ ആമുഖമാണ് ഞാൻ പറഞ്ഞത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ 7 സഭകളെക്കുറിച്ചുള്ള വിഷയങ്ങൾ ദൈവം നാളെ നമ്മൾ ചിന്തിക്കാം. ഇന്ന് രാത്രിയിൽ നാം ചിന്തിച്ച വിഷയം ഒന്നുകൂടി വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. ഏഷ്യ മൈനറിലുള്ള ഇപ്പോഴത്തെ തുർക്കി എന്ന രാജ്യത്തുള്ള 7 സഭകളാണ്. അതിന് പത്മോസിനടുത്തായിരുന്നു ഈ സ്ഥലം. അപ്പം ഈ സ്ഥലത്ത് നിന്നാണ്, പത്മോസ് ദ്വീപിൽ നിന്നാണ് ദൈവം പ്രത്യക്ഷപ്പെട്ട് ഇത് കാണുമ്പോൾ, പത്മോസ് കാണുമ്പോൾ വിചാരിച്ചാൽ മതി ദൈവം തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ആ സ്ഥലം. അവിടുന്ന് യോഹന്നാന് ഈ പറയുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത് 7 സഭകളുള്ള ദൂതറിയിക്കുമ്പോൾ 7 സഭകളെ, അടുത്തടുത്തുള്ള സഭകളെ കാണിച്ചുകൊണ്ട് ഏഷ്യ ഭൂഖണ്ഡത്തെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന കരപ്രദേശമാണ് തുർക്കി എന്നുള്ളത്. അപ്പോൾ ആ സ്ഥലത്തുള്ള 7 സഭകളെ എടുത്തുകൊണ്ട് അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ക്രിസ്തുവിലെ സഭ സ്നേഹമുള്ള സഭയായിരുന്നു, പക്ഷെ അതിനെ നകറ്റാൻ വേണ്ടി ശ്രമിച്ചു. 1 സഭ കഷ്ടം സഹിക്കുന്നതായിരുന്നു, പക്ഷേ ദൈവം പറഞ്ഞു കഷ്ടം സഹിച്ച് നിന്നുകൊള്ളണം, മടുത്തു പോകരുത്, വിട്ടുകളയരുത്, ദൈവം അവരെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അവർ സാമ്പത്തികമായിട്ടൊക്കെ വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള സഭകളായിരുന്നു. പെർഗമോസിലെ സഭ അത് വലിയ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട സഭയായിരുന്നു. പക്ഷേ അവിടെ ഏതെങ്കിലും വിധത്തിൽ അവിടുത്തെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ വേണ്ടി വിലയാമിക ഉപദേശങ്ങൾ അവിടെ കടത്തിവിടാൻ വേണ്ടി ശ്രമിച്ചു. തിരുവത്തരിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ദൈവദാസന്മാരെ ഏതെങ്കിലും വിധത്തിൽ തെറ്റിച്ച് കളഞ്ഞ് സഭയെ മുടിച്ചു കളയാനുള്ള തന്ത്രമാണ് തിരുവത്തരിലെ സഭയുള്ള ബന്ധത്തിൽ അവിടെ ചെയ്തിരുന്നത്. സർദീസിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ അവർ പേരിൽ അലങ്കരിച്ചു പോയി, എല്ലാം ഉണ്ടായിരുന്നു, പുറമേ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അവർ ഉറങ്ങിപ്പോയിരുന്നു, അവർക്ക് ഉണർവില്ലായിരുന്നു, ജീവനില്ലാത്തവരായിരുന്നു. അവരെ ഉണർത്തണമെന്നാണ് അവിടെ പറയുമ്പോൾ നമ്മൾ ഉണർവുള്ളവരായിരിക്കണം, ഉറങ്ങിപ്പോകാൻ പാടില്ല. ഫിലദെൽഫ്യ സഭയെക്കുറിച്ച് പറയുമ്പോൾ അവർ സഹിക്കുന്നവരായിരുന്നു. ആ സഹനശക്തി ഉള്ളതുകൊണ്ട് അവർക്ക് കുറവില്ലായിരുന്നു, അതിൽ ശക്തമായി നിൽക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം അവരെ ഉത്ബോധിപ്പിക്കുന്നത്. യഥാർത്ഥ സഭ ലവോദിക്യ സഭയാണ്. അത് ഉഷ്ണാവസ്ഥയിലാകുന്ന ചൂടുമല്ല തണുപ്പല്ലാത്ത തോണിയിൽ കാല് വെക്കുന്നൊരവസ്ഥയുള്ള അവസ്ഥയാണ് ഈ ലവോദിക്യ സഭ. ആ കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തോടും ദൈവത്തോടും എല്ലാം കൂടി കൂട്ടിക്കുഴഞ്ഞ് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ
ചൂട് വല്ല തണുപ്പില്ലാത്ത അവസ്ഥയിലാക്കുന്ന ഒരവസ്ഥയെ തന്ത്രമാണ് ലവോദിക്ക സഭയുടെ ബന്ധത്തിലുള്ളത്. അങ്ങനെ 70 സഭ 7 തന്ത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. എന്ന് വെച്ചാൽ നാളെ നമ്മൾ 7 സഭകളുള്ള ബന്ധത്തിൽ പ്രാരംഭമായി പഠിക്കുന്നത് ആഗോള സഭയെക്കുറിച്ചുള്ള പഠനം. അത് ഒറ്റ നോട്ടത്തിൽ എഫെസസ് സഭയെക്കുറിച്ചുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ആ വിശുദ്ധ സഭയുടെ അംഗമായി തീരുവാൻ എനിക്ക് കർത്താവ് കൃപ തന്നല്ലോ. കർത്താവെ, അങ്ങ് തന്നിരിക്കുന്ന വചനപ്രകാരം ജീവിച്ച് എനിക്ക് കർത്താവെ നിലനിൽക്കാനുള്ള കൃപ നൽകണമേ. അഹങ്കരിച്ചു പോവുകയോ പരാജയപ്പെട്ടു പോവുകയോ കർത്താവെ അങ്ങയിൽ നിന്ന് അകന്നു പോവുകയോ ദിവസങ്ങളിൽ ചെയ്യാതെ പിന്മാറ്റം വരാതെ മുന്നേറുവാൻ ദൈവകൃപ പകരപ്പെടണമേ എന്ന് നമുക്ക് ആത്മാർത്ഥം പ്രാർത്ഥിക്കാം. സാത്താൻ്റെ പരീക്ഷയിൽ കടന്നു പോകാതെ, പണ്ട് തന്ത്രങ്ങളിൽ പെട്ടുപോകാതെ നമ്മളെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ സഭകളെയും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പുനരുത്ഥാന ശക്തിയാൽ ജയം പ്രാപിച്ചു നിൽക്കുവാൻ ദൈവങ്ങൾ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വിധത്തിലുള്ളതായ കുറവുകളെ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്നെങ്കിൽ നമുക്ക് ദിവസങ്ങളിൽ നമുക്ക് മറ്റാരും കാണാതെ ദൈവത്തോടെ കർത്താവേ, ഞാൻ ഇന്ന കുറവുകളുള്ളതാണ്, എന്നോട് കരുണ തോന്നണമേ, എന്നോട് മനസ്സിലെയണമേ. ദിവസങ്ങളിൽ അങ്ങയോട് ചേർന്ന് നിന്ന് എനിക്ക് ജയം പ്രാപിച്ച് അങ്ങയെ പൂർണ്ണമായി സ്നേഹിച്ച് നിങ്ങളുടെ വചനത്തിൽ ജീവിച്ച് വരവുകൾ എടുക്കപ്പെടുവാൻ എനിക്ക് സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥ. 2-3 അധ്യായങ്ങൾ ദൈവസഭയുള്ള ആഗമാന ദൈവസഭയുള്ള ദൂതുകളാണ്. അതിൻ്റെ പശ്ചാത്തലം മനസ്സിലായി. സാത്താൻ്റെ തന്ത്രങ്ങൾ 70 തന്ത്രങ്ങളാണ്. ആ 70 തന്ത്രങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ദൂത് ശക്തമായ ഭാഷയിൽ ദൈവത്തിൻ്റെ വചനം ക്രിസ്തുയേശുവാകുന്ന ആ വചനം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ദിവസങ്ങളിൽ കൂടുതലായി മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നാളെ 7 സഭകളുള്ള ബന്ധത്തിലുള്ള ഓരോ സഭകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കും. ഇന്ന് രാത്രി കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവ് നമ്മെ സഹായിച്ചതിനാൽ നന്ദി പറയാം. ദൈവത്തിന് കൂടെ നമ്മൾ അനുഭവിച്ചതിനാൽ നന്ദി പറയാം. സാത്താൻ ഏതെങ്കിലും വിധത്തിൽ നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ തലമുറകളെ അകറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ദൈവസഭകളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ദൈവദാസന്മാരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും ഇടയാകാതിരിക്കുവാൻ ദൈവത്തിന് അത്യന്തമായ ശക്തി ദിവസങ്ങൾ പുനരുത്ഥാന ശക്തിയാൽ ജയം പ്രാപിച്ച് ജയാളികളായി നിലനിൽക്കുവാൻ ദൈവകൃപ വ്യാപരിപ്പാൻ വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം. നാം തെറ്റിപ്പോകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് തുണ നിൽക്കട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ വചനത്തിൽ വിരാമപ്പെടുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.